പരശുരാമൻ. തിരുവനന്തപുരം കലാക്ഷേത്ര മറ്റൊരു അദ്ഭുത അരങ്ങൊരുക്കം നടത്തുന്നു. ലോകക്ഷേമത്തിനായി മഹാവിഷ്ണു കൈക്കൊണ്ട ദശാവതാരങ്ങളിലെ ഉഗ്ര അവതാരം. തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ഏറ്റവും പുതിയ നൃത്തനാടകം. അമ്പൊടുങ്ങാത്ത ആവനാഴിയും വിചിത്ര രഥവും ദിവ്യായുധങ്ങൾക്കുമപ്പുറം മഹാദേവനിൽ നിന്ന് കരഗതമായ പരശു എന്ന ദിവ്യായുധം കൊണ്ട് ഭാരതവർഷവും വിശ്വമാകെയും വിറപ്പിച്ച അജയ്യനായ പോരാളി പരശുരാമൻ. പകയൊടുങ്ങാത്ത മനസ്സും രക്തമുണങ്ങാത്ത വെൺമഴവുമായി ക്ഷത്രിയ കുലത്തെ ആകെയും മുച്ചൂടും മുടിക്കാൻ 21 വട്ടം വംശഹത്യയ്ക്ക് വേണ്ടി ഉലകം ചുറ്റിയ ചിരഞ്ജീവിയായ പ്രതികാരദാഹി പരശുരാമൻ. സ്വയാർച്ചിതമായ സിദ്ധികളും വിദ്യകളും പിൽക്കാല പരമ്പരകൾക്ക് പകർന്നു നൽകി ഭീഷ്മർ, ദ്രോണർ, വില്ലാളി വീരനായ കർണൻ എന്നിങ്ങനെ കിടയേറ്റ ശിക്ഷ പരമ്പരകൾക്ക് സദ്ഗുരുവായി മാറിയ യോഗി ബ്രാഹ്മണൻ പരശുരാമൻ. അതെ, വ്യാസഭാരതത്തിലും വാത്മീകി രാമായണത്തിലും ദ്വാപര യുഗങ്ങളിലെ അത്രയും ഒരു ഇടിമുഴക്കം പോലെ മുഴങ്ങിക്കേക്കുന്ന ഭാർഗവരാമൻ എന്ന പരശുരാമന്റെ ഐതിഹാസികമായ ജീവിതത്തിന് അരങ്ങുഭാഷ്യം ചമയ്ക്കുകയാണ് തിരുവനന്തപുരം കലാക്ഷേത്ര. അഭിമാന പുരസ്സരം ആരംഭിക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും പുതിയ കലാസൃഷ്ടി പരശുരാമൻ. പരശുരാമൻ 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 പരശുരാമൻ. ഉണരൂ കലാക്ഷേത്രമാം സർഗഹൃദയമേ, ഉദയമാം സത്യത്തിനുഷ പൂജ ചെയ്യുവാൻ. ഹൃദയക്ഷേത്രമേ കലാക്ഷേത്രമേ, ഹൃദയക്ഷേത്രമേ കലാക്ഷേത്രമേ, മധുര മനോഹര സ്വപ്നരംഗമേ, ഭാവുകമായി പ്രിയ ഭാവന പാടും നാദബ്രഹ്മാനന്ദം പകരൂ പകരൂ. ഹൃദയക്ഷേത്രമേ കലാക്ഷേത്രമേ, നാദാത്മികയായി സപ്തസ്വര മധുരാലാപനമായി നീ വരമേകൂ. നാദാത്മികയായി സപ്തസ്വര മധുരാലാപനമായി നീ വരമേകൂ. ഭാവാത്മികയായി നവരസമോഹന നടന വിലോല വിലാസിനിയാകൂ. രൂപമനോഹരിയായുണരൂ, ജീവനിലമൃത പരാഗം പകരൂ. ഹൃദയക്ഷേത്രമേ കലാക്ഷേത്രമേ, ഹൃദയക്ഷേത്രമേ കലാക്ഷേത്രമേ. അല്ലയോ അജയ്യ യോദ്ധാവും യോഗി ബ്രാഹ്മണോത്തമനും ചിരഞ്ജീവിയുമായ പരശുരാമ, നീ നമ്മെ ഭജിച്ചതും വരമാഗ്രഹിച്ചതും നമുക്ക് തന്നെ ശ്രേയസ്കരം. പറയൂ, നിനക്കെന്താണ് വേണ്ടത്? അഭയം, അഭയം വരണദേവ. ഈ ഭൂമിയിൽ കാലുകുത്താൻ പോലും ഇടമില്ലാത്തവന്
കൺമുമ്പിൽ തിരതല്ലുന്ന കടലിനപ്പുറം മറ്റൊന്നുമില്ലാത്തവന്, സകല സൗഭാഗ്യങ്ങളിൽ നിന്നും സമ്പത്തിൽ നിന്നും മാറ്റിയോടിക്കപ്പെട്ടവന് നൽകാൻ കഴിയാവുന്ന കരുണ, ശിഷ്ടകാലം കഴിഞ്ഞുകൂടാൻ കടലെടുത്തു പോകാത്ത ഒരു തുണ്ട് കര, അതുമാത്രമാണ് ദേവ അടിയന്റെ അഭിലാഷം. ഈ ഭൂമിയിൽ നിന്റെ പരശുവിനാൽ വീണ്ടെടുക്കാനാവാത്തതും നേടിയെടുക്കാനാവാത്തതുമായി എന്തുണ്ട് ഭാർഗവരാമ? പക്ഷേ വിശ്വവിജയിയായ നീ ഈ ദക്ഷിണ സമുദ്ര തീരത്ത് ഒരു അഭയാർത്ഥിയായി എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? ശ്രീമഹേശ്വരൻ നൽകിയ അമ്പൊടുങ്ങാത്ത ആവനാഴിയും വിചിത്ര രഥവും ദിവ്യാസ്ത്രങ്ങളും കയ്യിലുള്ള നീ ആരാലാണ് ആട്ടിയോടിക്കപ്പെട്ടത്, വഞ്ചിക്കപ്പെട്ടത്? ക്ഷത്രിയ കുലത്തെ തന്നെ 21 വട്ടം മുച്ചൂടും മുടിച്ച് പ്രതികാരം നടത്തിയ നീ പ്രതിക്രിയയ്ക്ക് ഒരുങ്ങാതെ ഭിക്ഷയ്ക്കൊരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ വിധി ഞാൻ സ്വയം വരിച്ചതാണ്. സകലതും ഭിക്ഷയായി നൽകി സ്വയം നിസ്വനായി തീർന്നതാണ്. ചതിക്കപ്പെടാൻ നിന്നുകൊടുത്തതാണ്. ഇനി അതേക്കുറിച്ച് നാം പശ്ചാത്തപിക്കുകയോ പ്രതിക്രിയയ്ക്ക് ഒരുങ്ങുകയോ ഇല്ല. നഷ്ടമായതിനെക്കുറിച്ച് മൊഴിഞ്ഞോ സ്മരിച്ചോ പിന്നെയും പിന്നെയും അപമാനിതനാവാനും വയ്യ. എന്റെ ചിരഞ്ജീവി ജന്മം എന്റെ ഗുരുവും ഈശ്വരനുമായ ശ്രീ മഹാദേവനെ ഭജിച്ച് കഴിയാൻ ഇത്തിരി മണ്ണ്, അത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. അങ്ങ് ഉപായമരുള്ളൂ. താങ്കളെപ്പോലൊരു പുണ്യാത്മാവിനോട് നാം ഉപായമരുളുന്നത് തന്നെ ചിതമല്ലെന്നറിയാം. എങ്കിലും ആവശ്യപ്പെട്ടതുകൊണ്ട് പറയാം. ഇവിടെ നിന്നും തെക്കൻ സമുദ്രപ്പരപ്പിലേക്ക് നീ നിന്റെ പരശുവെറിയൂ. അപ്പോൾ അവിടെ ഒരു കര ഉയർന്നു വരും. ആവോളം നിനക്ക് നിന്റെ ഗുരുവിനെ ഭജിക്കാൻ. സ്വച്ഛവും ഹരിതാഭവും കേരവൃക്ഷ സമൃദ്ധവുമായൊരു കര. മഴുവെറിഞ്ഞാലും. നമഃ ശിവായ. ഇതാണിനി നിന്റെ കര, ഭാർഗവരാമനായ നിന്റെ ഭാർഗവക്ഷേത്രം.
ജനങ്ങൾ, അതായത് പുറം ദേശങ്ങളിലെയും നമ്മുടെ ദേശത്തെയും തന്നെ ജനങ്ങൾ എന്താണ് നമ്മെക്കുറിച്ച് പറയുന്നത്? അതായത് എന്തൊക്കെ മേന്മകൾ പറഞ്ഞാണ് ജനം നമ്മെ വാഴ്ത്തുന്നത്? കാർത്തവീരാർജുനൻ എന്ന നാമം പോലും ആവേശമാണ് സ്വജനങ്ങൾക്ക്. അയൽദേശ ജനങ്ങൾക്കും ഭരണാധിപന്മാർക്കുമാകട്ടെ ഇവിടുത്തെ നാമം കടുത്ത ഭീതി. ഹേഹയ രാജാക്കന്മാരുടെ പരമ്പരയിൽ തന്നെ അങ്ങയെപ്പോലൊരു രാജാവ് ഉണ്ടായിരുന്നിട്ടില്ലെന്നാണ് പൊതുവായിട്ട് എല്ലാവരും പറയുന്നത്. മാഹിഷ്മതി സാമ്രാജ്യം ഇത്രമേൽ വിസ്തൃതവും സമ്പൽ സമൃദ്ധവുമായി തീർന്നത് അങ്ങയുടെ കാലത്താണെന്ന കാര്യത്തിൽ അതിശയോക്തിയില്ലല്ലോ. 1000 കൈകളുള്ള കാർത്തവീരാർജുനൻ അത് ഈ ലോകത്തിലെന്നല്ല, വിണ്ടലങ്ങളിൽ പോലും ഒരു അത്ഭുതം തന്നെയാണ് മഹാരാജൻ. 1000 കൈകളുള്ള കാർത്തവീരാർജുനൻ. 1000 കൈകൾ ആളുകൾക്ക് വെറുതെ അത്ഭുതം കൂറാനുള്ള കൗതുകം മാത്രമല്ല, കരുത്താണെന്ന് കൂടി ഇടയ്ക്കിടയ്ക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്ഭുത വിക്രമന്മാരായ 10,00,000 പേരുടെ കരുത്തിന് സമമായ 1000 കൈകൾ. ആ സത്യം ഒരു ഉൾക്കിടലം പോലെ ഏവരും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാ. എന്താണത്? അതാ രാജധാനിയിലേക്ക് എഴുന്നള്ളുന്ന ആ ദിവ്യ പുരുഷനിൽ നിന്നും പ്രവഹിക്കുന്ന പ്രകാശവീജികളാണ് പ്രഭോ. ഇത് അയാൾ ആരായിരിക്കും? അയാളൊന്നോ വിധി ദേവൻ, സാക്ഷാൽ അഗ്നിദേവനാണത്. വന്നാലും അഗ്നിദേവ, മാഹിഷ്മതി രാജധാനിയിലേക്ക് അങ്ങേക്ക് സുസ്വാഗതം. ഹേ ഹേ രാജാവായ കാർത്തവീരാർജുന, അങ്ങക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ, എങ്ങും ഖ്യാതി ഉണ്ടാവട്ടെ. നന്ദി ദേവ. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് തന്നെ മാഹിഷ്മതിയുടെ മണ്ണ് പുണ്യമുള്ളതായി തീർന്നിരിക്കുന്നു. ഇനി അടിയൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? നമ്മുടെ 1000 കൈകളും സമ്പൽ സമൃദ്ധിയുമെല്ലാം അങ്ങയെപ്പോലുള്ള പുണ്യാത്മാക്കളെ സേവിക്കുന്നതിന് കൂടി വേണ്ടിയാണ്. പറയൂ, എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം? ആദ്യമേ തന്നെ അങ്ങ് ചോദിച്ച നിലയ്ക്ക് മുഖവരിയില്ലാതെ തന്നെ പറയാമല്ലോ. വിശപ്പാണ് നമ്മുടെ പ്രശ്നം. ആഹാരമാണിപ്പോൾ അത്യാവശ്യവും. കുറെ നാളുകളായി നാം ഒരു ദീർഘയാത്രയിലായതിനാൽ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി. അതിഥി സൽക്കാരപ്രിയനും എന്തിനും പോന്നവനുമായ അങ്ങയെ വന്നു കണ്ടാൽ എൻ്റെ ആഹാര കാര്യത്തിൽ ഒരു നിവൃത്തി ഉണ്ടാവുമെന്ന് കരുതി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നിരാശപ്പെടുത്തില്ലെന്ന് കരുതുന്നു. ഒരിക്കലുമില്ല. നമ്മുടെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ വെറും കൈയോടെ അയച്ചാൽ പിന്നെ എന്തിനെനിക്ക് ഈ 1000 കൈകൾ? വിശാലമായി നീണ്ടു നിവർന്നു കിടക്കുകയാണ് നമ്മുടെ മാഹിഷ്മതി സാമ്രാജ്യം. അങ്ങക്ക് ഏതറ്റത്ത് നിന്ന് വേണമെങ്കിലും ഭക്ഷിച്ചു തുടങ്ങാം. നന്ദി രാജാവേ, നന്ദി. വിശപ്പ് വീണ്ടും കഠിനമായി വരുന്നു. അതിനാൽ ഇപ്പോൾ തന്നെ നാം പുറപ്പെടുകയാണ്. വടക്കൻ വനപ്രദേശങ്ങളിൽ നിന്നും തന്നെ ഭക്ഷിച്ചു തുടങ്ങാം. അങ്ങേക്ക് മംഗളമുണ്ടാവട്ടെ. വടക്കൻ പ്രദേശങ്ങളിൽ നിന്നും എന്തായിരിക്കും പ്രഭു അഗ്നിദേവൻ ഭക്ഷിച്ചു തുടങ്ങുക? നീ എന്തൊരു മണ്ടൻ! അഗ്നിവനത്തിൽ നിന്നും എന്താണ് ആഹരിക്കുക? വനത്തെ തന്നെ. പുൽനാമ്പു തൊട്ട് വൻമരങ്ങൾ വരെ അഗ്നിനാളങ്ങൾ വിഴുങ്ങും. പുഴുവും പുൽച്ചാടിയും മതയാനകളും വരെ അഗ്നിക്ക് ആഹാരമായി തീരും. എന്നിട്ടും വിശപ്പടങ്ങില്ല എങ്കിൽ ജനപഥങ്ങൾ പോലും ആഹരിക്കട്ടെ. വിശപ്പാറുവോളം അഗ്നി സകലതും ആഹരിക്കട്ടെ. ഏറെയുള്ളതിൽ ഇത്തിരിയൊക്കെ കത്തിയെരിഞ്ഞാലും നമുക്ക് വേണ്ടത് അഗ്നിദേവന്റെ അനുഗ്രഹവും കീർത്തിയുമാണ്. അഗ്നിനാളങ്ങൾ ആദ്യം വടക്കൻ വനങ്ങളിൽ തന്നെ ആളിപ്പടരട്ടെ. എന്താണിത്? സംവത്സരങ്ങളായി നാം ഈ വനത്തിൽ തപം ചെയ്യുന്നു. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഈ വിഘ്നങ്ങൾ, തപം മുടക്കുന്ന വിനാശങ്ങൾ എന്താണ്? എന്താണിത്? വനത്തെ വിഴുങ്ങുന്ന അഗ്നി, വെന്തൊടുങ്ങുന്ന ജീവജാലങ്ങൾ,
പ്രാണൻ പൊള്ളിയുരുകുന്ന ആർത്തനാദങ്ങൾ. ആബോ മഹാമുനെ, എന്റെ അച്ഛനമ്മമാർ, ഭാര്യ, വയസ്സ് തികയാത്ത എന്റെ കുഞ്ഞ്, എല്ലാവരും വെന്തു മരിച്ചു. മുനെ, ഞങ്ങളുടെ കൂട്ടരും അന്നം തന്ന കാടും കൂടെ കഴിഞ്ഞ ജന്തുക്കളും എല്ലാം കത്തിത്തീരുകയാണ്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ആബോ മുനെ ഇങ്ങനെ ഒരു ശിക്ഷ? കാട്ടുതീ തടയാൻ മാർഗമേതുമില്ലേ? രാജ്യത്തെ ജീവരാശികൾ വെന്തു നശിക്കുമ്പോൾ ഇവിടുത്തെ രാജസംവിധാനങ്ങൾ ഉറങ്ങിക്കഴിയുകയാണോ? ഈ കാട്ടുതീയെ തടയിടാൻ അങ്ങേക്കെന്നല്ല ആർക്കുമാവില്ല ആബോ മഹർഷേ. അഗ്നിദേവനായ നമ്മുടെ ജഡരാഗ്നി ഒടുക്കാൻ വടക്കൻ വനത്തെ അപ്പാടെ ആഹരിച്ചു കൊള്ളുവാൻ അനുവാദം നൽകിയത് ഇതിനെല്ലാം അധിപനായ കാർത്തിവീരാർജുന രാജാവ് തന്നെയാണ്. പകരമായി രാജൻ ആവോളം അനുഗ്രഹം നൽകിയ നമുക്ക് ഈ വനത്തെ ആവോളം വിഴുങ്ങാൻ അവകാശമുണ്ട്. മാത്രകൾക്കുള്ളിൽ ഇവിടവും നാം വിഴുങ്ങും. ഒരു മുനിയായതുകൊണ്ട് മാത്രം ഓടിയൊളിക്കാൻ മാത്രം നാം സമയം തരാം. ജീവനും കൊണ്ട് ഓടിപ്പോയിക്കൊള്ളുക. നിഷാദ, നിന്റെ കുടുംബത്തിനാകെയും അഗ്നിയാൽ മോക്ഷം നൽകിയ നാം നിന്നെയും വിഴുങ്ങാൻ പോകുകയാണ്. ഇല്ല അഗ്നിദേവ, അങ്ങ് നൽകിയ ഔദാര്യത്തിന്റെ മാത്രകളിൽ ഓടിയൊളിക്കില്ല ആപവൻ. ഈ വനത്തിൽ വെന്തുമരിച്ച അനേകം ജീവദേഹങ്ങൾക്കൊപ്പം നാമും ആഹൂതി ചെയ്യും. അങ്ങ് ചെയ്യുന്നത് അവകാശമാണ്. പക്ഷേ സ്വന്തം ദേശജനങ്ങളെയും ജന്തു സമൂഹത്തെയും കൊല്ലാൻ കൊടുത്ത കാർത്തവീര്യാർജുനൻ കാണിച്ചത് അനീതിയാണ്. ഒരു രാജാവും ചെയ്യരുതാത്ത കൊടിയ അനീതി. ഹേ രാജാവേ, ആരെരിഞ്ഞു തീർന്നാലും ആ വഴിക്ക് അനുഗ്രഹം നേടി അധികാരത്തിൽ അമരണമെന്ന നിന്റെ ധാർഷ്ട്യത്തിന്, ക്ഷാത്ര അഹന്തയ്ക്ക് നീ അനുഭവിക്കും. രജോഗുണസിദ്ധമായ നിന്റെ അധികാര പ്രമത്തതയിൽ നീ പ്രവർത്തിച്ച ഈ ധിക്കാരത്തിന് പകരം ചോദിക്കാൻ മഹാവിഷ്ണു ഭഗവാൻ ബ്രാഹ്മണ വംശത്തിൽ ഭാർഗവരാമനായി അവതരിക്കും. പരശു ആയുധമായെന്തുന്ന ആ ബ്രാഹ്മണാവതാരം നീ അടക്കം മുഴുവൻ ക്ഷത്രിയ കുലത്തോടും ചോര കൊണ്ടും മരണം കൊണ്ടും തന്നെ പ്രതികാരം ചെയ്യും. എന്നെ വിഴുങ്ങാൻ ഒരുങ്ങുന്ന ഈ അഗ്നിനാളങ്ങളാണ് സത്യം. ക്ഷത്രിയാന്തകനായ ഉഗ്രാവതാരം പിറക്കും, പരശുരാമൻ. നർമ്മദയിൽ നിന്നും ജലം ശേഖരിക്കാൻ പോകുന്ന പെൺകിടാങ്ങളെ, സൽക്കഥകൾ ചൊല്ലിപ്പാടാനിറങ്ങിയ മാഗധരെ, ഒരു സന്തോഷ വാർത്ത കേട്ടുള്ളൂ. മഹാമുനിയായ ജമദഗ്നി തമ്പായിക്കും രേണുക തമ്പാട്ടിക്കും നാലാമതൊരു ആൺകുഞ്ഞു കൂടി പിറന്നിരിക്കുന്നു. സൂര്യ തേജസ്സും ചന്ദ്രശോഭയുമുള്ള ലക്ഷണമൊത്തൊരു ആൺകുഞ്ഞ്. നേരോ? നാലാമത്തേതും ആൺകുഞ്ഞാണോ? അതെ, ആൺകുഞ്ഞ്. വൃശ്ചിക മാസത്തിലെ തിരുവാതിര നാളിൽ പിറന്ന ആ തങ്കക്കുടത്തിന് ജമദഗ്നി തമ്പായിയും രേണുക തമ്പാട്ടിയും പേരും പിടിച്ചു രാമൻ. രാമൻ രാമൻ. കേട്ട വാർത്ത ചൊല്ലിപ്പറഞ്ഞ് ലോകരെ അറിയിക്കിൻ. ഭൃഗുവംശത്തിൽ ഒരു രാമൻ പിറന്നുവെന്ന സദ്വാർത്ത. സൂര്യനായി ഹരിമുന്നിയായി ഇന്ന് ജാതനായ കഥബോധമോടെ ഇനി ലോകമാകെയും പാടാം. മണ്ണിൽ വന്ന പുതുസൂര്യനായി ഹരിമുന്നിയായി ഇന്ന് ജാതനായ കഥബോധമോടെ ഇനി ലോകമാകെയും പാടാം. ഓ ആടിപ്പാടേണം
ആദിതാളം മുട്ടേണം കാലം മൂന്നും കാണും മാമുനിലേലുവതൻ മകനാ നീ ഉണരും നീ വളരാൻ വീരനാ നീ പഠിക്കേണം ഈ ലോകം വെല്ലുവാൻ വീരന്മാരിൽ വീരൻ നീയേ ലോകങ്ങൾ മൂന്നും മുന്നിൽ താറുവണങ്ങുന്നേ ധീരന്മാരിൽ ധീരൻ നീയേ കാലങ്ങൾ മൂന്നും മുന്നിൽ വീണുവണങ്ങുന്നേ ഹരിതേജസ്സേ രഘുരാമനെ നീ അവതാരം കൈക്കൊണ്ട നാരായണൻ മംഗളലോചനമാം പാഹി സഞ്ജനാശനമാം പാഹി നിന്നാമം കൈകൊട്ടാം നിന്നാമം പാട്ടിടാം ശിവം 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 ഓം ശിവം 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 ശിവായ 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 മന്ത്രം ശിവായ ശിവായ നമഃ ശിവായ 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 മന്ത്രം ശിവായ ശിവായ നമഃ ഓം 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 ഹര ഓം 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 ശിവദേവാ വരമേ ഗിരണമേ ഓം ഹരദേവാ വരമേ ഗിരണമേ ശിവദേവാ വരമേ ഗിരണമേ ഓം ഹരദേവാ വരമേ ഗിരണമേ രാമ, തപം അവസാനിപ്പിച്ചാലും നിന്നിൽ നാം സംപ്രീതനായിരിക്കുന്നു. അടിയന്റെ ജന്മവും സാർത്ഥകമായിരിക്കുന്നു മഹാദേവ. ധന്യം ഈ ദർശനം. വൈഷ്ണവ തേജസ്സാണ് നിന്നിൽ പ്രകാശിക്കുന്നത്. എന്നിട്ടും നീ ഉഗ്രതപം കൊണ്ട് നമ്മെ പ്രത്യക്ഷനാക്കി. പറയൂ, എന്താഗ്രഹമാണ് നാം നിനക്ക് സാധിച്ചു തരേണ്ടത്? ധ്യാനയോഗം പൂണ്ട് പരംപുരുഷനായ നിന്നിൽ ലയിക്കുക. അതിൽ പരം എന്തു വേണം ഒരു ജന്മത്തിൽ? എന്നിട്ടും അങ്ങെന്റെ മുന്നിൽ പ്രത്യക്ഷനായി വരം ആവശ്യപ്പെട്ടുകൊള്ളാൻ പറയുമ്പോൾ മൗനം കൊണ്ട് നിഷേധിക്കുന്നതും പാപമല്ലേ? അടിയനും ആഗ്രഹങ്ങളുണ്ട്. സകലതിനും സദ്ഗുരുവായ അങ്ങയിൽ നിന്നും അടിയന് വിദ്യകൾ അഭ്യസിക്കണം. അങ്ങെനിക്ക് ഗുരുവാകണം. ഒരു ബ്രാഹ്മണനായ അടിയന് അങ്ങയുടെ ശിക്ഷണത്തിൽ ആയുധവിദ്യകളും അഭ്യസിക്കണം. നിന്റെ അഭീഷ്ടം പോലെ തന്നെ ആവട്ടെ. ഈ കൈലാസഗിരിയെ സാക്ഷി നിർത്തി നാം നിന്നെ പ്രഥമ ശിഷ്യനാക്കി വിദ്യകൾ ഓതി നൽകാം.
നമ്മുടെ കൈവശമുള്ള ആയുധങ്ങളിൽ ദിവ്യമായ ഈ വെൺമഴുവിൻ്റെ നാമം പരശു എന്നാണ്. അത്ഭുത ശക്തി പ്രഭാവമുള്ള ഈ പരശു നാം നിനക്ക് നൽകുന്നു. പരശു കയ്യിലേന്തുന്ന നീ ഇനി മുതൽ പരശുരാമൻ എന്നറിയപ്പെടും. പരശുരാമൻ, നന്ദി, നന്ദി മഹാദേവ, നന്ദി. തീർന്നില്ല. ദിവ്യമായ ഈ വെൺമഴുവിന് പുറമെ അമ്പൊടുങ്ങാത്തൊരാവനാഴിയും ഒരു ദിവ്യരഥവും നാം നിനക്ക് വരമായി നൽകുന്നു. നന്ദി മഹാശംഭു, 1000 നന്ദി മഹേശ്വര. അങ്ങ് ഓതിത്തന്ന ജ്ഞാനത്താലും ഈ വെൺമഴുവിനാലും തന്നെ അടിയൻ അനുഗ്രഹീതനായി തീർന്നിരിക്കുന്നു. ബ്രാഹ്മണനായ അടിയന് രഥത്തിൽ സഞ്ചരിക്കേണ്ട കാര്യമില്ല. സദാ വില്ലും ശരങ്ങളും ധരിച്ച് സായുധപാണിയായി ചരിക്കുന്നതും ചിതമല്ല. ആകയാൽ ഈ പരശു മാത്രം അടിയൻ ഈ നിമിഷം തൊട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അമ്പൊടുങ്ങാത്ത ആവനാഴിയും ദിവ്യരഥവും ദിവ്യായുധങ്ങളും പോരിന്റെ അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രം അടിയനോടൊപ്പം വന്നു ചേരാൻ അങ്ങ് അനുഗ്രഹിക്കണം. ആ പറഞ്ഞതും വിവേകം തന്നെ. നിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം സംഭവ്യമാവട്ടെ. പരശുരാമൻ എന്ന നിന്റെ നാമം കീർത്തിപ്പെടട്ടെ. കളിക്കട്ടെ. അത് കഴിഞ്ഞ് പശുക്കൾക്ക് തീറ്റി കൊടുക്കണം, ഗോശാല വൃത്തിയാക്കണം, പൈക്കളെ കുളിപ്പിക്കണം. മാറിപ്പോവും. ഇതിനിത്ര വെപ്രാളപ്പെടുന്നത് എന്തിനാണ്? ഇതൊക്കെ എന്നും പതിവുള്ളതല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പിഴവോ താമസമോ ഉണ്ടായ കുമാരന്റെ പിതാവിന്റെ കടുത്ത ശകാരവും പതിവുള്ള കാര്യമാണല്ലോ. കോപം പൂണ്ട ആ മുഖത്ത് നോക്കിയ തന്നെ ആ നിമിഷം ഭയന്ന് പ്രാണൻ പോകും. അങ്ങനെ പലവട്ടം പ്രാണൻ പോയി മരിച്ച് ജീവിക്കാൻ വയ്യാഞ്ഞിട്ടാ കുമാര. പിതാവിന്റെ കോപത്തിനും ശകാരത്തിനും ഇരയാകാത്തവരായി ഈ ആശ്രമവനിയിൽ ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത്രമാത്രം കണിശമാണ് പിതാവിന്റെ കാര്യങ്ങൾ. എന്തും ചിട്ടയായി തിട്ടപ്പെടുത്തിയ മട്ടിൽ തന്നെ നടക്കണമെന്ന കണിശത അതൊരു മേന്മയായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോ നമ്മൾ എന്തു വേണം? അദ്ദേഹത്തിന്റെ മേന്മയെ പരീക്ഷിച്ച് വെറുതെ വഴക്ക് കേൾക്കാൻ നിൽക്കാതെ എത്രയും വേഗം കാര്യങ്ങൾ ചെയ്തു തീർക്കണം. കുമാരനൊന്നും മനുഷ്യനെ കൊല്ലാൻ കൊടുക്കാതെ മാറിയേ. ആദ്യം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കട്ടെ. നിന്റെ ഒരു കാര്യം. എന്റെ കാര്യം വിട്ടേക്ക്. ദേ, കുറച്ചു ദിവസം മുമ്പ് ബ്രാഹ്മണർക്ക് ഇത്രയും കോപമാവാമോ എന്ന് കുഞ്ഞിന്റെ അമ്മ വെറുതെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. ഇത്രയും കോപമാവാമോ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചതിന്റെ പേരിൽ അദ്ദേഹം കോപിച്ചതിനും പറഞ്ഞതിനും ഒരു കണക്കുമില്ല. അതും കുമാരന്റെ മാതാവിനോട്. അമ്മയോടോ? പിന്നല്ലേ. പക്ഷേ വേറൊരു കാര്യം, തമ്പാട്ടിയുടെ മുഖമൊന്ന് വാടിയപ്പോ ആ കോപം ആ നിമിഷം തണുത്തു. പിന്നെ തമ്പാട്ടിയുടെ വിഷമം മാറ്റാനുള്ള വിഷയങ്ങളായി തമ്പായിക്ക്. മുറ്റമടിക്കേണ്ടത് നാവ് കൊണ്ടല്ല, ചൂലുകൊണ്ടാണ്. അറിയാം തമ്പായി. എങ്കിൽ നാവടക്കി ജോലി തീർത്ത് വേഗം ഗോശാലയിലേക്ക് ചെല്ല്. ഓ രേണുകേ, നാം കാട്ടിൽ നിന്നും ദർഭയും ചമതയും ശേഖരിക്കാൻ പോവുകയാണ്. നാം തിരിച്ചെത്തുമ്പോഴേക്കും ഇന്നത്തെ പൂജാദികൾക്കുള്ള ജലം നർമ്മദയിൽ നിന്നും നീ തന്നെ ശേഖരിച്ചു കൊണ്ടുവന്നിരിക്കണം. രാമൻ താഴ്വാരത്തിൽ നിന്നും പൂക്കളും ശേഖരിച്ചു വരൂ. ഒന്നിനും വിളംബം ഉണ്ടാകരുത്. അടിയനായിട്ട് ഇനി വിളംബം ഉണ്ടാക്കുന്നില്ലേ? കാത്തോളണേ ദൈവമേ. വലിയ ഭയമാണ് അവൾക്ക് നിന്റെ പിതാവിനെ. പഴുപ്പിച്ച ലോഹവും ജലവും തമ്മിലുള്ള ദൂരവും നേരവും മാത്രമേ അദ്ദേഹത്തിന്റെ കോപത്തിന് ആയുസുള്ളൂ എന്ന് പാവം അവൾക്കറിയില്ലല്ലോ. എന്നാലും അരുമസന്താനമായ നിന്നോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് കുറെ കൂടി സ്നേഹവും വാത്സല്യവും ആവാമെന്ന് എനിക്കും തോന്നാറുണ്ട്. പിതാവിൽ നിന്നും പുത്രന് ലഭിക്കേണ്ട മുഴുവൻ സംരക്ഷണവും കരുതലും പിതാവിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ സ്നേഹവും വാത്സല്യവും അതൊരു മകന് കിട്ടാവുന്നതിൽ എത്രയോ മടങ്ങ് അമ്മ തന്നെ എനിക്ക് തരുന്നുണ്ടല്ലോ.
അതിൽ പരം എന്ത് വേണം എനിക്ക്? മഹാദേവനിൽ നിന്നും മഹാവിദ്യകളും ദിവ്യവരങ്ങളും ആർജിച്ച പരാക്രമി. എന്നിട്ടും ഞങ്ങൾക്ക് മുന്നിൽ നീ ഇപ്പോഴും ആ പഴയ അനുസരണക്കേട് ഒട്ടുമില്ലാത്ത ബാലകൻ തന്നെ. അയ്യോ, സംസാരിച്ചു നിന്ന് നേരം കളയണ്ട. വേഗം താഴ്വാരത്തിലേക്ക് പോയി പൂക്കൾ ശേഖരിച്ചു വരൂ. വിളമ്പുമുണ്ടാവണ്ട. ശരി. വനമാലി, ഞാൻ നർമ്മദയിൽ നിന്നും ജലം ശേഖരിക്കാൻ പോകുന്നു. തന്താനേ ദാനാനേ ദാനാനേ തന്താനേ ദാനാനേ ദാനാനേ. മാനത്തോ പവിഴമണി തീരത്തോ ഈ ഗന്ധർവ സംഗീതലോകം. മാനത്തോ പവിഴമണി തീരത്തോ ഈ ഗന്ധർവ സംഗീതലോകം. ആ പൊന്നോടക്കുഴലൂതുന്നു, ശൃംഗാരം പദമാടുന്നു, പൊന്നോളം തിരതുള്ളുന്നു, മാലയും കുളിർ വീശുന്നു. ആരും കാണാ തീരം തേടും മന്ദാകിനിയിലെ വെൺഹംസം. വെണ്ണിലാവോ പൊൻകിനാവോ അംഗരാഗം ചാർത്തി നിന്നെ ദൂരെ ഏതോ ആൽമരത്തിൽ ഞാനിരുന്നു മോഹമോടെ. കർണികാരം പൂത്തകാവിൽ കാതിലേകി തേൻ വസന്തം മോഹരാഗം കേട്ടുണർന്നു ഞാനണിഞ്ഞ നോപുരങ്ങൾ. മിന്നും കുഞ്ഞുതാരം കാണാം രാവിൽ പൂക്കളായി. മഞ്ഞിൽ പൂക്കും പാരിജാതം മുല്ലാം നമ്മളൊന്നായി. ദേവി നീയൻ സംഗീതം ധനം 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 ധനം. സാഗമപമഗമ സഗസനി സപനി സാഗമപമഗമഗ. സാഗമപമഗമ സഗസനി സപനി സാഗമപമഗമഗ. മന്ത്രവീണേ പാടുകില്ലേ ഇന്നു നീ എൻ സ്വന്തമല്ലേ. എത്ര ജന്മം കൽപ്പകാലം കാത്തിരുന്നു നിന്നെ മാത്രം. കാറ്റുപോലെ ചാരി വന്നു ശ്യാമരാവിൻ തേരിലന്ന് മൗനരാഗ പൂക്കളാലെ ഞാനൊരുക്കി പുഷ്പശയ്യ. പായ
സ്വർണമാനേ നീയും ആരെ തേടുന്നു? മണ്ണിൻ മായ തീരങ്ങളിൽ വർണ്ണപ്പീലി വീശുന്നു. ദേവി നീയൻ സംഗീതം ധനം 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 ധനം. ജ്ഞാനത്ത് പവിഴമണി തീരത്ത് ഈ ഗന്ധർവ സംഗീത ലോകം. ആ പൊന്നോടക്കുഴലൂതുന്നു, ശൃംഗാരം പദമാടുന്നു. പൊന്നോളം തിരതുള്ളുന്നു, മാലയം കുളിർവീശുന്നു. ആരും കാണാ തീരം തേടും മന്ദാകിനിയിലെ വെൺഹംസം. സൂര്യൻ ഉച്ചസ്ഥായിയിലേക്ക് അടുക്കുന്നു. പ്രഭാത പൂജകൾ മധ്യാഹ്നത്തിൽ മതിയെന്നാണോ നിന്റെ മാതാവ് നനച്ചു കാണുക? അത് പിന്നെ പിതാവേ, പൂജാതി കാര്യങ്ങൾ എന്തോ ആവട്ടെ, അനുസരണ അത് പാടില്ലെന്നുണ്ടോ? വിളംബമുണ്ടാവരുതെന്ന് പറഞ്ഞതല്ലേ നാം? എന്നിട്ട് ഇത്രയും ധിക്കാരമോ? 10 പാദം അകലെയുള്ള നർമ്മദയിൽ നിന്നും ഒരു കുടം വെള്ളമെത്തിക്കാൻ എത്ര നേരം വേണം നിന്റെ മാതാവിന്? ഇനി ദിവസങ്ങൾ തന്നെ വേണ്ടി വരുമോ? ഒരുപക്ഷെ വഴിമധ്യേ വിഘ്നങ്ങൾ വല്ലതും. എന്ത് വിഘ്നങ്ങൾ? ജമദഗ്നിയുടെ പത്നിയുടെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്താൻ മാത്രം ധൈര്യവും വിഡ്ഢിത്തവുമുള്ള ആരാണ് ഇവിടെ ഉള്ളത്? വന്യമൃഗങ്ങൾ പോലും അഴിമാറി പോകാറില്ലേ പതിവ്? എന്നിട്ടും ഒരുപക്ഷെ മൺകുടം ഉടഞ്ഞു പോവുകയോ വീണ്ടും കുടത്തിനായി. നാവടക്ക് ന്യായം ചെയ്യാൻ നിൽക്കുന്നു. ഇതൊന്നുമല്ല, ഇതിന്റെ ഹേതു അതൊന്നുമല്ല. കാര്യകാരണങ്ങൾ അതെന്റെ ജ്ഞാനക്കണ്ണിൽ തെളിയുന്നുണ്ട്. വെണ്ണിലാവോ പൊൻകിനാവോ അംഗരാഗം ചാർത്തി നിന്നെ ദൂരെ ഏതോ ആൽമരത്തിൽ ഞാനിരുന്നു മോഹമോടെ. കർണികാരം പൂത്ത കാവിൽ കാതിലേകി തേൻ വസന്തം മോഹരാഗം കേട്ടുണർന്നു ഞാനണിഞ്ഞ നോപുരം. പാപം, ചാപല്യം, പാതിവൃത്യ ധർമ്മ ഭ്രംശം. പിതാവേ, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഉത്തരം നിന്റെ മാതാവിനോട് ചോദിക്ക്. വൈകാൻ എന്തായിരുന്നു കാരണമെന്ന് ചോദിക്ക്. പറഞ്ഞു കൊടുക്ക് നിന്റെ പുത്രന്. ഇനി സത്യം മൊഴിയാനും താമസമോ? നടന്നത് അത്രയും ഞാൻ എന്റെ ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നിന്റെ നാവിൽ നിന്നും എനിക്കൊന്നും അറിയാനില്ല. പക്ഷേ നിന്റെ മകൻ നമ്മുടെ കോപത്തിന്റെ കാരണം തിരക്കുന്നു. ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നീ ബാധ്യസ്ഥയാണ്. പറഞ്ഞു കൊടുക്ക്, പറയാൻ. ഞാൻ അടിയനതിങ്ങനെ എന്റെ മകനോട് പറയാൻ ലജ്ജയുണ്ടെന്നോ? നിനക്കോ ലജ്ജ? കളങ്കിതയും മനസ്സുകൊണ്ട് കുലടയുമായി തീർന്ന നിനക്കോ ലജ്ജ? സ്വാമി, പിതാവേ, സാധ്യയായ എന്റെ മാതാവിനെ അങ്ങ് എന്തിനാണ് ഇത്തരം ഹീന പദങ്ങൾ കൊണ്ട് ഭർസിക്കുന്നത്? സാധ്യയായിരുന്ന മാതാവെന്ന് പറയ്. ഇപ്പോൾ അങ്ങനെയല്ല. രണ്ടുപേരുടെ കാമചേഷ്ടകൾ ഒളിഞ്ഞു നിന്ന് കാണുകയും കാമമോഹിതയും മനസാ പാപിനിയുമായി തീർന്ന നിന്റെ മാതാവ് ഇപ്പോൾ സാധ്യയല്ല, പുംചലിയാണ്. നിഷേധിക്കുമോ? നാം പറഞ്ഞത് തെറ്റാണ്. പൊടുന്നനെ നർമ്മദ വരണ്ടുപോയത് കൊണ്ട് മറ്റൊരു തടാകം തേടിപ്പോയി വൈകിയതാണെന്ന് നീ തിരുത്തി പറയുമോ? ഇല്ല, അടിയൻ നിഷേധിക്കില്ല. അങ്ങയുടെ മുന്നിൽ എനിക്ക് പൊളി പറയാനാവില്ല. അറിയാതെ ആ ഗന്ധർവ കാമിനിമാരുടെ പ്രണയ ചാബല്യങ്ങൾ കണ്ട് അടിയനും ചഞ്ചല ചിത്തയായി നിന്നു പോയി. അതിന്റെ പേരാണ് വാരയോഷ മനോനില, കുംഭദാസി ചാബല്യം, ജാരിണി കാപഠ്യം, വ്യഭിചാരം. സ്വാമി, ഇങ്ങനൊന്നും പറയല്ലേ സ്വാമി. അടിയൻ കൊല്ലടയല്ല, അടിയൻ കൊല്ലടയല്ല. മനസ്സൊരു നിമിഷം. മാനം എന്നത് മനസ്സിൽ തന്നെയാണ്. മനസ്സുകൊണ്ട് പാവം പ്രവർത്തിച്ച നീ ഇനി പതിവ്രതയല്ല. നമ്മുടെ പത്നി പദത്തിന് നീ യോഗ്യയല്ല.
ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പോലും നിന്നെ നാം ഇനി ഗണിക്കില്ല. സ്വാമി, ഇനി നിനക്ക് അർഹതയുണ്ട് തക്കതായ ശിക്ഷ ഏറ്റുവാങ്ങാൻ. എന്തിന് വാദപ്രതിവാദങ്ങൾ? ഇനി നടക്കേണ്ടത് ശിക്ഷാവിധിയാണ്. രാമ, നിന്റെ മാതാവ് തെറ്റുകാരിയെന്ന് നിനക്കും ബോധ്യം വന്നുവല്ലോ. ആ നിലയ്ക്ക് നീ തന്നെ വേണം നിന്റെ മാതാവിനുള്ള ശിക്ഷ നടപ്പാക്കാൻ. അടിയനോ? അടിയൻ എങ്ങനെയാണ് പിതാവെ അടിയന്റെ അമ്മയെ? നല്ല പത്നീധർമ്മം ഉപദേശിച്ച് അമ്മയെ തിരുത്താനും ശാസിക്കാനും അങ്ങ് തന്നെയല്ലേ പിതാവെ നല്ലത്? ശാസനയോ? അതോ നീ ദർശനിക്ക് മതിക്കുന്ന ശിക്ഷ? ശകാരിച്ച് തിരുത്താനല്ല, കഴുത്തുവെട്ടി കൊല്ലാനാണ് നാം കൽപ്പിക്കുന്നത്. പിതാവേ, ശിക്ഷ ഏറ്റുവാങ്ങാൻ അടിയൻ തയ്യാറാണ്. അത് അങ്ങേക്ക് തന്നെ ആകാമല്ലോ. തപശക്തിയാൽ കരിച്ചു കളയാനോ കല്ലാക്കി മാറ്റാനോ ഗളച്ഛേദം തന്നെ നടത്താനോ അങ്ങേലാവുമല്ലോ. പിന്നെന്തിന് പാവം എന്റെ കുഞ്ഞിനെ കൊണ്ട് കൊടും പാതകം ചെയ്യിക്കുന്നു? മകന്റെ കയ്യാലുള്ള മരണം തന്നെയാണ് നാം നിനക്ക് വിധിക്കുന്നതിൽ വെച്ച് മാരകമായ ശിക്ഷയും. അമ്മ, അറുത്തു മാറ്റി നിന്റെ മാതാവിന്റെ ശപിക്കപ്പെട്ട ശിരസ്. പിതാവേ, മാതൃഹത്യ അത് മഹാപാപമല്ലേ? അടിയൻ എങ്ങനെ എന്റെ അമ്മയെ? പിതാവിന്റെ വാക്ക് ധിക്കരിക്കുന്നത് ആസുര്യമെന്ന അന്ധകാര നരകം ലഭിക്കുമാറ് പാപമെന്നും നീ അറിഞ്ഞുകൊള്ളുക. പാപിനിയായ മാതാവിനെ രക്ഷിക്കാൻ പിതൃനിന്ദയുടെ അന്ധകാര നരകം പോകണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം. ഇതെന്തൊരു ധർമ്മസങ്കടമാണ്. നീ കൊല്ലാതിരുന്നാലും നിന്റെ മാതാവിനെ നാം ജീവിക്കാൻ അനുവദിക്കില്ല. നമ്മുടെ വാക്ക് ധിക്കരിച്ച നിന്നെ കാട്ടാളനായി ജീവിച്ച് മരിച്ച് അന്ധകാര നരകം പോകാൻ നാം ശപിക്കുകയും ചെയ്യും. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ കുഞ്ഞിനെ ശിക്ഷിക്കരുത്. ഉണ്ണി, രാമ, അമ്മ ആരും കൊലയ്ക്ക് അർഹയാണ്. പിതാവിന്റെ വാക്ക് ധിക്കരിക്കാതെ, പകച്ചു നിൽക്കാതെ, സ്നേഹത്തോടെ, അമ്മയോടുള്ള മുഴുവൻ സ്നേഹത്തിന്റെ മൂർച്ചയോടെ എന്റെ കഴുത്ത് വിട്ടു കുഞ്ഞേ. നൽകിയ ജീവന്, ജീവരക്തത്തിന്, അമ്മിഞ്ഞ പാലിന്, ലാളനയ്ക്ക്, അളവില്ലാത്ത സ്നേഹത്തിന്, അങ്ങനെ എല്ലാ നന്മകൾക്കും ഈ മകൻ അർപ്പിക്കുന്ന അന്ത്യപുഷ്പാഞ്ജലി. മാതൃഹത്യം മഹാപാപം, സമസ്താപരാധം ക്ഷമസ്വ. നല്ലത്, ശ്രേഷ്ഠം. നീ നിന്റെ പുത്രധർമ്മം ശ്രേഷ്ഠമായി തന്നെ നിർവഹിച്ചു. പിതൃഭക്തിയിൽ ലോകത്തെ ഏറ്റവും ഉത്തമനായ പുത്രനായി നീ മാറിയിരിക്കുന്നു. പറയൂ, ഇതിന് പകരമായി എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? വരമോ? പെറ്റമ്മയെ കൊന്നതിനും വരമോ? അതെ, നീ അത് അർഹിക്കുന്നു രാമ. അതുകൊണ്ട് തന്നെ ഈ നിമിഷം നിനക്ക് എന്തും ആവശ്യപ്പെടാം, നാം സാധിച്ചു തരും. അങ്ങനെയെങ്കിൽ അടിയൻ അങ്ങയോട് ആവശ്യപ്പെടുന്നത് ഇതാണ്: ശിരസറ്റ് മരിച്ചു മണ്ണിൽ വീണ് കിടക്കുന്ന എന്റെ പെറ്റമ്മയെ ഈ നിമിഷം ജീവനോടെ തിരിച്ചു തരിക. രാമ, അതെ, എന്റെ അമ്മയെ ജീവിപ്പിക്കുക. അമ്മയെ എന്ന് വിളിക്കുമ്പോൾ ഉണ്ണി എന്ന് തിരിച്ചു വിളിക്കുന്ന എന്റെ അമ്മയെ ജീവനോടെ തിരിച്ചു തന്നാലും പിതാവേ. ശ്രേഷ്ഠം തന്നെ. അപ്രകാരം മാതൃഭക്തിയിലും സ്നേഹത്തിലും നിന്നോളം ഉത്തമനായൊരു മകൻ വേറെ ഇല്ലെന്നുകൂടി നീ തെളിയിച്ചിരിക്കുന്നു. നിന്റെ ആഗ്രഹം സഫലമാകും. നാം ഇന്നോളം ആർജിച്ച തപശക്തിയാൽ നാം ഇതാ നിന്റെ അമ്മയ്ക്ക് പുതുജീവൻ നൽകുന്നു. അമ്മേ, അമ്മേ എന്നോട് ജീവനല്ല, എന്നോട് ക്ഷമിച്ചെന്ന വാക്ക്, എന്നിൽ അങ്ങേക്കുണ്ടായിരുന്ന വിശ്വാസം
അതൊക്കെയാണ് ഈ പാപിക്ക് അങ്ങ് നൽകേണ്ടത്. എന്നോടങ്ങ് പൊറുക്കില്ലേ? വെറുപ്പാണോ എന്നോട് ഇപ്പോഴും? രേണുകേ, സ്വസ്തി. നമ്മുടെ ആജ്ഞ അനുസരിച്ച് രാമൻ നിന്നെ വധിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നോടുള്ള നമ്മുടെ കോപം ശമിക്കുമായിരുന്നില്ല. രാമൻ അപേക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ നാം നിന്നെ ജീവിപ്പിക്കുകയും ചെയ്യുമായിരുന്നില്ല. അത്രമേൽ കോപാന്ധനായി തീർന്നിരുന്നു നാം. അന്ധതയിൽ നിന്നും നമുക്ക് കാഴ്ചയും നിനക്ക് ജീവനും തിരിച്ചു തന്നിരിക്കുന്നു നമ്മുടെ മകൻ രാമൻ. തെറ്റി നമ്മുടെ ഉത്തമനായ പുത്രൻ പരശുരാമൻ. പുറത്തെന്താണ്? കുതിരക്കുളമ്പടികൾ, തേരച്ചകൾ, എന്താണിതൊക്കെ? വലിയ സൽക്കാരങ്ങൾക്ക് ഒരുങ്ങിക്കൊള്ളൂ തമ്പാട്ടി. മാഹിഷ്മതി മഹാരാജൻ കാർത്തവീരാർജുനനെ വനയാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടിയ ഇവിടുത്തെ സ്വാമി വിശ്രമത്തിനും സൽക്കാരത്തിനും വേണ്ടി അദ്ദേഹത്തെ ആശ്രമത്തിലേക്ക് ആനയിക്കുകയാണ്. നാടുവാഴുന്ന പൊന്നുതമ്പുരാന് ആദിത്യം അരുളക, അതും ഒരു ഭാഗ്യം തന്നെ. വന്നാലും മഹാരാജൻ, ഞങ്ങളുടെ ഈ എളിയ ആശ്രമത്തിലെ പരിമിതമായ ആതിഥ്യം സ്വീകരിച്ചാലും, മഹാരാജന് ഉപവിഷ്ടനാവാനുള്ള ഇരിപ്പിടം നൽകിയാലും. രേണുക, ഇതോ എളിയ ആതിഥ്യം. രാജകീയം, തികച്ചും രാജകീയം തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ. എന്തൊരതിശയമാണിത്! വനത്തിനകത്തെ കേവലം ഒരു ആശ്രമത്തിൽ രാജകീയമായ ഇത്തരം സുഖസൗകര്യങ്ങൾ സാധ്യമാകുന്നത് എങ്ങനെയാണ്? വിരോധമില്ലെങ്കിൽ മാത്രം ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നമ്മോട് പറയാമോ? അത് പറഞ്ഞറിയേണ്ടുന്നൊരു രഹസ്യമല്ല, കണ്ടറിയേണ്ടുന്നൊരു സത്യമാണ്. അങ്ങയ്ക്ക് മുന്നിൽ അത് വെളിവാക്കുന്നതിൽ നമുക്കൊരു വിരോധവുമില്ല. ആദ്യം യാത്രാക്ഷീണം തീർത്ത് ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ചാട്ടെ. അതിനുശേഷം ഇവിടുത്തെ സകല ഐശ്വര്യത്തിനും കാരണമായ ആ സത്യത്തെ അടിയൻ കാണിച്ചു തരുന്നതാണ്. രേണുക, ആതിഥ്യം ആചാരപ്രകാരം തന്നെ നടക്കട്ടെ. മഹാരാജൻ, ഇതാണ് അടിയന്റെ സകല ഐശ്വര്യങ്ങൾക്കും ഹേതു. പാലാഴി മഥനത്തിൽ നിന്നും ദേവലോകത്തിന് സിദ്ധിച്ച സുരഭി എന്ന കാമധേനുവിന്റെ അനുജത്തിയായ സുശീല എന്ന ഗോവാണിത്. ഇവിടെ നമുക്ക് ലഭിച്ചതിന് പിറകിൽ ഒരു പ്രായശ്ചിത്തത്തിന്റെ കഥയുണ്ട്, ഒരു അരുംകൊലയുടെയും. കാലദോഷത്താൽ ഒരിക്കൽ അടിയന്റെ പത്നിക്ക് മേൽ നമുക്ക് ദോഷാരോപണം നടത്തേണ്ടി വരികയും നമ്മുടെ മകൻ രാമനോട് അമ്മയെ വധിക്കാൻ പറയേണ്ടിയും വന്നു. പിതൃഭക്തിയാൽ അവൻ അമ്മയെ വധിക്കുകയും പിന്നീട് മാതൃസ്നേഹത്താൽ അമ്മയെ ജീവിപ്പിക്കുകയും ചെയ്തെങ്കിലും കുറ്റബോധം അടിയനെയും രാമനെയും വിട്ടുപോയില്ല. ചെയ്തുപോയ അപരാധത്തെക്കുറിച്ച് മനസ്സ് നീറിയപ്പോൾ രാമൻ മനഃശാന്തിക്ക് വേണ്ടി തപമനുഷ്ഠിക്കാൻ വീണ്ടും കൈലാസത്തിലേക്ക് പോയി. എപ്രകാരമെങ്കിലും എൻ്റെ ഈ പ്രിയപ്പെട്ടവളെ സന്തോഷിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ ദേവലോകത്ത് പോയി കാമധേനുവിനെ ഭജിച്ച് പ്രത്യക്ഷയാക്കുകയും എൻ്റെ പ്രിയപത്നിയുടെ ശോകമകറ്റാൻ എന്ത് ചെയ്യണമെന്ന് ആരായുകയും ചെയ്തു. അപ്പോൾ കാമധേനു പറഞ്ഞു, ഇതാ എൻ്റെ അനുജത്തി സുശീല, ഇവളെ കൊണ്ടുപോയി അങ്ങയുടെ പത്നിക്ക് സമ്മാനമായി നൽകുക. അതോടെ ശോകമകന്ന് പ്രിയതമയ്ക്ക് തുഷ്ടി കൈവരും. മാത്രമല്ല, എന്തും തരുന്ന ഈ ദിവ്യധേനു കൂടെ ഉള്ളിടത്തോളം കാലം എക്കാലവും സമ്പൽ സമൃദ്ധിയും അങ്ങയ്ക്ക് കൈവരുമെന്ന്. സമ്പൽ സമൃദ്ധി മാത്രമല്ല, ശാന്തി, സമാധാനം, സന്തോഷം,
അങ്ങനെ സമസ്ത നന്മകളും ചുരുത്തുന്ന കറവ പറ്റാത്ത അകിടാണ് എന്റെ സുശീലയ്ക്ക്. അങ്ങനെയെങ്കിൽ ഈ ഭൂവുലകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്തവർ നിങ്ങളാണ്. ധനസമൃദ്ധിക്ക് ഇതുപോലൊരു ഗോവിൽ പരവ് എന്തു വേണം? അകയിതോ വരസിദ്ധി തന്നെ. അയ്യോ, രേണുകയുടെ സങ്കടത്തിനൊരു കൂട്ട് എന്നതിനപ്പുറം ധനവും ഭാഗ്യവും പെരുപ്പിക്കാനുള്ള ഒരു ഉരുപ്പടിയായി ഞങ്ങൾ ഞങ്ങളുടെ സുശീലയെ കണ്ടിട്ടില്ല. ഇതൊരു സൗഭാഗ്യമായും ധനാർജനത്തിനുള്ള മാർഗമായും നിങ്ങൾ തിരിച്ചറിയാഞ്ഞതും നിങ്ങൾക്കതിൻ്റെ സാമ്പത്തിക സാധ്യതകൾ അഥവാ ജനോപകാരപ്രദമായ അർത്ഥശാസ്ത്രങ്ങൾ അറിയാത്തതും കൊണ്ടാണ്. കേവലം വനാന്തരത്തിലെ ആശ്രമത്തിൽ സർവം ത്യജിച്ച് നിസ്സംഗ നിസ്വജീവിതം നയിക്കുന്ന നിങ്ങൾക്ക് ധനത്തിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. സത്യത്തിൽ നിങ്ങൾക്ക് ഈ പശുവിന്റെ തന്നെ ആവശ്യമില്ല. സർവം ത്യജിച്ച നിങ്ങൾക്ക് എന്തിനാണ് സകലതും നൽകുന്ന ഈ പശു? അതുകൊണ്ട് അനുവാദം നൽകണം. അഥവാ അനുവാദം നൽകിയില്ലെങ്കിലും ഭാഗ്യധേനുവായ ഈ പശുവിനെ നാം കൊണ്ടുപോവുകയാണ്. ഇനി ഇവൾ മാഹിഷ്മതി കൊട്ടാരത്തിലെ ഗോശാലയിൽ കഴിയട്ടെ. അങ്ങയ്ക്കിത് വേണ്ട. നാം ഇതിനെ കൊണ്ടുപോവുകയാണ്. ആരെവിടെ? അങ്ങ് എന്താണ് ഈ പറയുന്നത്? അതൊരിക്കലും നടക്കാത്ത കാര്യം. സുശീലയെ സ്വർഗത്തിൽ നിന്നും നാം വരഗതമാക്കിയത് കൈമാറാനോ ധനം സമ്പാദിക്കാനോ വിൽപ്പന ചരക്കാക്കാനോ അല്ല. ആ ആഗ്രഹം ഉപേക്ഷിച്ച് ഞങ്ങളുടെ സൽക്കാരങ്ങൾ സംപ്രീതനായെങ്കിൽ തിരിച്ചുപോയാലും. നാം സംപ്രീതനാകണമെങ്കിൽ ഈ സുശീലയെ കൂടി നമുക്ക് നൽകണം. അത് നടക്കില്ല. ആര് പറഞ്ഞു നടക്കില്ലെന്ന്? സുശീല നടക്കുമല്ലോ നന്നായിട്ട്. ഇനിയിപ്പോ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. പിടിച്ചു കെട്ടിക്കൊണ്ട് പോയി ഈ പശുവിനെ നമ്മുടെ കൊട്ടാരത്തിലേക്ക്. അരുത്. ധിക്കാരം പ്രവർത്തിച്ച് നമ്മിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങാൻ നിൽക്കാതെ കടന്നു പോ പടപരീക്ഷകളെ. ശിക്ഷിക്കാൻ നീ ആര്? അതിനുള്ള അവകാശം നമുക്കാണ്. കണ്ടോ? ഇനി എന്തിനാമാന്തം? കൊണ്ടുപോ. ആവശ്യ നേരത്ത് 1000 കൈകളുള്ള കാർത്തവീരാർജുനോടാണ് കളി. അപ്പോഴേ സമ്മതിച്ചിരുന്നെങ്കിൽ ആയുഷത്തിൽ മരിക്കാമായിരുന്നില്ലേ കിളവന്? ചിലരങ്ങനെയാണ്. മരണം ഇങ്ങനെ എരന്നു വാങ്ങും. ദൈവമേ, ഇതെന്തൊരു വിധിയാണ്! രാമ, രാജാവ് സുശീലയെ അപഹരിക്കാൻ മഹാരാജാവാണ് ഗുരുനാഥന്. ആരെ, എന്തിനെ, എപ്പോൾ എന്നൊന്നും ഞാനിപ്പോൾ തിരക്കുന്നില്ല. മരണമടഞ്ഞ എന്റെ പിതാവിനും
ഒരിക്കൽ എന്നാൽ ശിരസറുക്കപ്പെട്ട എന്റെ മാതാവ് വീണ്ടും ജീവനിലേക്ക് മടങ്ങി വന്നതുപോലെ പിതാവിനും പുനർജീവൻ വേണം. പുനർജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത, അതാണ് നാം തേടുന്നത്. ഒന്നവനോടുള്ള പ്രതികാരമെല്ലാം പിന്നെ, അവനോടും അവന്റെ തലമുറകളോടും പകരം വീട്ടും ഭാർഗവരാമൻ. പക്ഷെ അതിനു മുൻപ് മരണത്തെ ജയിക്കാനുള്ള അവസാന സാധ്യത. ഓം മൃത്യുഞ്ജയ. മകനെ, എന്തു വരമാണ് നാം നിനക്ക്? എന്റെ പിതാവിന്റെ ജീവൻ, കാർത്തവീരാർജുനൻ കൊന്ന എന്റെ പിതാവിന്റെ ജീവൻ എനിക്ക് തിരിച്ചു വേണം. എന്നുവെച്ചാൽ ദിവസങ്ങളായി ഉടലും ശിരസ്സുമറ്റ് കിടക്കുന്ന ഈ മൃതപിണ്ഡത്തെ നാം... അതെ, ഈ മൃതദേഹത്തെ, ഉടലും ശിരസ്സുമറ്റ് ഈച്ചയാർക്കുന്ന ഈ മൃതഖണ്ഡങ്ങളെ ഒന്നാക്കി ചേർത്ത് ജീവനേകി എനിക്കെന്റെ പൊന്നച്ഛനായി തിരിച്ചു തരണം ശുക്രാചാര്യ മഹാമതേ. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ കുഞ്ഞെ. ഇല്ല, എന്റെ പിതാവ് ജീവനോടെ ഇരിക്കാത്ത ഒരു ഭൂവുലകത്തിലേക്ക് പരശുരാമൻ ഇനി മിഴി തുറക്കില്ല. ഓ, അങ്ങനെ. സഞ്ജീവനി മമ ഹൃദയ ഗ്രന്ഥി പ്രാണ ഒരു പുരുഷോഹം അമൃതേ നമ ശിവായ. രാമ, ഭാർഗവരാമ, അജയ്യനായ പരശുരാമ, ഇനി നിനക്ക് കണ്ണു തുറക്കാം. ഇതാ, ഇതാ നിന്റെ പിതാവ് പൂർവജീവ തേജസ്സോടെ നിന്റെ മുന്നിൽ. കണ്ണിറച്ച് കാണ്. പിതാവേ, ഇനി എനിക്കറിയേണ്ടത് ആരാണ് എന്റെ പിതാവിന്റെ ശിരസർത്തത്? ആയുസൊടുങ്ങാറായ ആ പടുവിഡ്ഢി ആരാണവൻ? ഭാർഗവരാമന്റെ ഈ പരശുവാൽ ഗളച്ഛേദം ചെയ്യപ്പെട്ട് നരകപാതാളം പോകാൻ വിധിക്കപ്പെട്ട ആ നീചൻ ആരാണ്? അഹങ്കാരികളുടെ കൂട്ടത്തിൽ രാജാവും ദുഷ്ടർക്കിടയിൽ ചക്രവർത്തിയുമായ കാർത്തവീരാർജുനൻ. കാർത്തവീരാർജുന! ആയിരം കൈകളുള്ളവന് എന്താണ് ആഗ്രഹിച്ചുകൂടാത്തത്? സ്വന്തമാക്കാം, പിടിച്ചു വാങ്ങാം, വെട്ടിപ്പിടിക്കാം എന്നൊക്കെ ഉറപ്പുള്ളവന്, കെൽപ്പുള്ളവന് എന്തും ആഗ്രഹിക്കാം മുനികുമാര. അങ്ങനെ ഒരു കെൽപ്പുള്ളത് കൊണ്ടാണ് നാം നിന്റെ പിതാവിന്റെ സുശീലയെ മോഹിച്ചതും സ്വന്തമാക്കിയതും. എവിടെ ഇതാരോടായി പറയുന്നതല്ലേ? ക്ഷത്രിയ വംശത്തിൽ പിറന്നൊരു വെറും കാലാൾ പടയാളിയായിരുന്നെങ്കിൽ പോലും കാര്യം മനസ്സിലായേനെ. ഇത് സദാ മന്ത്രവും ഹോമവും സുശീലയുടെ പാലും തൈരും വെണ്ണയും കുറെ തിന്ന് അതിൽ ബാക്കി ഹോമകുണ്ടത്തിൽ ഹവിസർപ്പിച്ച് നേരം കളയുന്ന നിന്നെ പോലൊരു ബ്രാഹ്മണനോട് ക്ഷാത്രവീര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? രാജാവേ, 1000 കൈയുള്ള ക്ഷത്രിയ, നാം ഒരു ബ്രാഹ്മണനായതുകൊണ്ട് മാത്രമാണ് കടുത്ത ചെയ്തികളിലേക്ക് കടക്കും മുൻപ് ഒരു സമവായത്തിന് വേണ്ടി നിന്റെ മുൻപിൽ ഇങ്ങനെ ഇരുന്നു തന്നത്. മോക്ഷം നൽകേണ്ട ബ്രാഹ്മണൻ അന്ത്യം വിധിച്ചെന്ന അപഖ്യാതി ഒഴിവാക്കാൻ സാത്വികനായ ബ്രാഹ്മണന്റെ വിവേകപൂർണമായ സംയമനം. നമുക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ സുശീലയെ തിരിച്ചു നൽകുക. നീ തലയറുത്തു കൊന്നെങ്കിലും ജീവൻ തിരിച്ചു നൽകാൻ കെൽപ്പുള്ളവരാണ് ഭൂസുരന്മാരായ ബ്രാഹ്മണന്മാരെന്ന തിരിച്ചറിവുണ്ടെങ്കിൽ കൊല്ലാൻ മാത്രമറിയാവുന്ന വിഡ്ഢിയായ നീ നമ്മുടെ പിതാവിന്റെ പാദങ്ങളിൽ വീണ്
മാപ്പ് പറയുക. തയ്യാറാണോ? എടോ രാമ, താൻ ഇപ്പോഴും ഉടലോടെയും തലയോടെയും ഇവിടെ ഇരിക്കുന്നത് പോലും നമ്മുടെ സൗമനസ്യമാണ്. എന്തായാലും നീ ഇവിടെ ബന്ധപ്പെട്ട് വന്ന സ്ഥിതിക്ക് നാം ഒരു ഔദാര്യം ചെയ്യാം. ആ പശുവിനെ നീ കൊണ്ടുപോയിക്കോ. പക്ഷെ അത് നമ്മുടെ ഔദാര്യമാണ്, ദാനമാണ്. അത് നിന്റെ തന്തഭിക്ഷുവിനോടും പറഞ്ഞേക്ക്. പിന്നെ നാം മാപ്പ് പറയണമെന്ന നിന്റെ അതിമോഹത്തിന്റെ പേരിൽ നീ വധിക്കപ്പെടാൻ അർഹനാണെങ്കിലും കൊല്ലുന്നില്ല. കടന്നു പോടാ രാമ. ഹേ ശുംഭൻ രാജാവേ, അരുംകൊലയ്ക്ക് മുൻപൊരു ബ്രാഹ്മണൻ പാലിക്കേണ്ട സകല ധർമ്മനീതിയും നാം പാലിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ നാശമാണ്, മരണം. പറയൂ, 1000 കൈയുള്ള പടുവിഡ്ഢിയായ നിന്നെ നാം നിന്റെ കോട്ടയിൽ വെച്ച് തന്നെ വകവരുത്തണോ, അതോ പുറം ലോകത്ത് വെച്ച് യുദ്ധം ചെയ്ത് ഗളച്ഛേദം നടത്തണോ? പുറം ലോകത്ത് വെച്ച് തന്നെയാവട്ടെ. കാർത്തവീരാർജുനോട് കോർക്കാൻ പുറപ്പെട്ട നിന്റെ വിഡ്ഢിത്തം പുരുഷാരം മുഴുവൻ കാണട്ടെ, കണ്ടു ചിരിക്കട്ടെ. കൂട്ടച്ചിരികൾക്ക് നടുവിൽ തന്നെ ആവട്ടെ പടുവിഡ്ഢിയായ ഭാർഗവ ബ്രാഹ്മണ രാമവിഡ്ഢ്യാസുരന്റെ പടുമരണം. ആവട്ടെ, എങ്കിലിനി യുദ്ധം. അഹന്തയുടെ 1000 കരങ്ങൾ, അത്1000വും നാം അറുത്തെടുക്കുന്നു. ക്ഷാത്രവിഡ്ഢിത്തത്തിന്റെ ഹീനരക്തം പായുന്ന നിന്റെ ഹൃദയം, അതിൽ നാം നമ്മുടെ പരശു പായിക്കുന്നു. നമ്മുടെ പിതാവിന്റെ തിരുശിരസ് അറുക്കാനുള്ള മരമണ്ടത്തരത്തിന്റെ ബുദ്ധി ഉദിച്ച നിന്റെ ഹീന ശിരസ്, അത് നാം ഇത് അറുത്തെടുക്കുന്നു. രഘുവംശകുലോത്തമനായ എന്റെ പിതാവേ, അങ്ങയെ നോവിച്ച ഈ രാജാവിനെ, അല്ല വിഡ്ഢികൾക്കിടയിലെ ഈ മഹാരാജാവിനെ വധിച്ച് ഞാനിതാ പ്രതികാരം ചെയ്തിരിക്കുന്നു. സംപ്രീതനായാലും താതാ. നീ പ്രവർത്തിച്ചത് ധീരത തന്നെ, അനിവാര്യമായ പ്രതിക്രിയ തന്നെ. എന്നിരുന്നാലും ദേവപ്രീതിക്ക് വേണ്ടി പൂവും നീരും വീഴ്ത്തേണ്ട നമ്മൾ ബ്രാഹ്മണരുടെ കൈകളിൽ മനുഷ്യരക്തം പുരളുന്നത് ഒരു കളങ്കം തന്നെയാണ്. ഹിംസ നിന്നിലെ ബ്രഹ്മ തേജസ്സിനെ കെടുത്തിക്കളഞ്ഞുകൂടാ. അടിയൻ എന്ത് വേണമെന്നാണ് പിതാവ് പറയുന്നത്? മറ്റൊന്നുമല്ല, യുദ്ധം കലുഷമാക്കി തീർത്ത മനസ്സിന്റെ ബ്രഹ്മ തേജസ് ഈശ്വര സാധന കൊണ്ട് വീണ്ടെടുക്കുന്നതിന് വേണ്ടി നീ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് ചെല്ലുക. നീണ്ട തപസ്സുകൊണ്ട് കൂടുതൽ കരുത്താർജിച്ച് തിരിച്ചു വരിക. ശരി പിതാവേ, അടിയൻ ഒരു അവിവേകിയോ എടുത്തിയാട്ടക്കാരനോ അല്ല. എന്നിരുന്നാലും അങ്ങയുടെ ആജ്ഞയ്ക്കപ്പുറം മറ്റൊന്നും ഈ മകനില്ലാത്തതുകൊണ്ട് പുറപ്പെടുന്നു. അമ്മേ, അടിയന് യാത്രാനുവാദം നൽകിയാലും. എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ. സ്വസ്തി. രേണുക, നാം ഒരു നല്ല പിതാവാണോ എന്ന് നമുക്കിന്നും അറിയില്ല. പക്ഷേ നമുക്ക് ഉത്തമനായൊരു മകനെ ലഭിച്ചു. ശരിയല്ലേ? എന്റെ പിതാവായ ഋജീക മഹർഷി മാതാവായ സത്യവതിയെ ശപിച്ചതാണ്. നിനക്ക് മനുഷ്യത്വമോ മനസാക്ഷിയോ ഇല്ലാത്ത കഠോരഹൃദയനായൊരു പുത്രൻ ജനിക്കുമെന്ന്. മാതാവിന്റെ മാതാശ്രീക്ക് ഉത്തമനായൊരു പുത്രനും, അപ്രകാരം അമ്മയ്ക്ക് നികൃഷ്ട സന്താനമായി ഞാനും, മുത്തശ്ശിക്ക് ഉത്തമ സന്താനമായി ശുക്രാചാര്യരും ജനിച്ചു. എന്നിട്ടും എന്റെ ജന്മപാപങ്ങളെ കഴുകുന്ന നരകത്തിൽ നിന്നും പിതാവിനെ കരകയറ്റുന്ന ഉത്തമനായൊരു പുത്രനെ
നമുക്ക് ലഭിച്ചു. പരശുരാമൻ ഭാഗ്യജന്മമാണ് എൻ്റെയും നിന്റെയും. ജമദഗ്നി, കിഴവൻ സന്യാസി, ഇറങ്ങി വാടാ കഴുതേ. നീയാണോടാ ജമദഗ്നി? നാം ജമദഗ്നി തന്നെ. നമ്മുടെ ആശ്രമ മുറ്റത്ത് വന്ന് അധിക്ഷേപം ചൊരിയുന്ന നീ ആര്? ഓ, ഞാനാരെന്ന്? ഞാൻ വികൃതൻ. നിന്റെ മകൻ പരശുരാമൻ കൊന്ന കാർത്തവീരാർജുനന്റെ മരിക്കാത്ത മക്കളിൽ ഒരുവൻ. ഓ, മരിക്കാത്തത് കൊണ്ടാണോ ഈ ധാർഷ്ട്യം? എന്റെ പുത്രന്റെ കോപത്തിൽ നിന്നും നീ മാത്രം ചാകാതെ രക്ഷപ്പെട്ടത് അത്ഭുതം തന്നെ. അത്ഭുതമല്ല, മിടുക്ക്. എന്റെ മിടുക്ക്. തോൽക്കുമെന്ന് ഉറപ്പുള്ളിടത്ത് നിന്നും ജീവനും കൊണ്ട് ഒളിച്ചോടുന്നതും ഞങ്ങൾ ക്ഷത്രിയർക്ക് ഒരു യുദ്ധതന്ത്രം തന്നെയാണ്. നാം ഒളിച്ചോടിയത് ഭീരുവിനെ പോലെ വല്ലയിടത്ത് ഉഴച്ചു ജീവിക്കാനല്ല, തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യാൻ. എത്തി, കണ്ടില്ലടാ കിളവ. നിനക്ക് പ്രതികാരം ചെയ്യേണ്ട നമ്മുടെ പുത്രൻ ഇപ്പോഴിവിടെ ഇല്ല. അത് നിന്റെ ഭാഗ്യമെന്ന് കരുതി തിരിച്ചു പോ, വിഡ്ഢിയായ ക്ഷത്രിയ കുമാര. ബുദ്ധിമാനായ ബ്രാഹ്മണ കിഴവ, നാം നിന്റെ മകനെ തേടി വന്നതല്ല. വീണ്ടും യമകിങ്കരനായ തന്റെ മകനോട് ഏറ്റുമുട്ടി ചാകാൻ മാത്രം മണ്ടനുമല്ല നാം. അവൻ വധിച്ചത് നമ്മുടെ പിതാവിനെയാണ്. അവൻ ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി തന്നെ നമ്മുടെ പിതാവിന്റെ ജീവന് പകരമായി നിന്നെ കൊന്നു പ്രതികാരം ചെയ്യാൻ വന്നതാടാ പടുകിഴവ നാം. ഒരിക്കൽ നിന്റെ പിതാവ് നമ്മെ വധിച്ചിടത്തു നിന്നും വീണ്ടും പുനർജീവിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മകൻ. അതിന് പ്രതികാരമായിട്ടാണ് നിന്റെ പിതാവിനെ നമ്മുടെ മകൻ വധിച്ചത്. വീണ്ടും മരണമെരുന്ന് വാങ്ങാൻ വന്നതാണോ നീയും? അയ്യോ, വിളമ്പല്ലേ മഹാത്മാവേ, മകന്റെ വീരചരിതങ്ങൾ വിളമ്പല്ലേ. അറിയാം, നമ്മുടെ പിതാവ് നിന്റെ കഴുത്തറുത്ത് കൊന്നിട്ടും ഉടലും തലയും ചേർത്ത് വെച്ച് അവൻ നിന്നെ ജീവിപ്പിച്ചതും അതിന്റെ പേരിൽ അവൻ നമ്മുടെ പിതാവിനെ വധിച്ചതും എല്ലാം എല്ലാം. പക്ഷെ ഇവിടെ ഇനി ആ പറഞ്ഞതൊന്നും സംഭവിക്കില്ല. തന്നെ വധിച്ചതിന് ശേഷം നാം അഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്യും. പിന്നെ അവൻ ആരോട് പ്രതികാരം ചെയ്യും? ഇനി തന്നെ ഉടലും തലയും ചേർത്ത് ജീവിപ്പിക്കാനാണെങ്കിൽ അറുത്തെടുത്ത നിന്റെ തലയും കൊണ്ടാണടാ കിളവ നാം അഗ്നിയിൽ പ്രവേശിക്കുക. എരിഞ്ഞ് തീരും നിന്റെ ശിരസും. ഞാനും ചത്ത നിന്റെ തലയുമില്ലാതെ അവൻ എന്ത് കാണിക്കുമെന്ന് കാണട്ടെ. ഇത് ഉടവാൾ കയ്യിലെന്തുന്നൊരു ക്ഷത്രിയൻ നിരർത്ഥകമായ മന്ത്രം ഉരുവിട്ട് കാലക്ഷേപം നടത്തുന്ന വിഡ്ഢി ബ്രാഹ്മണ കുലത്തോട് നടത്തുന്ന വെല്ലുവിളി, പ്രതികാരം. അടിക്ക്, നെഞ്ചത്തടിക്ക്. 6, ഇനിയും 9. അടിക്ക്. നാം കൃത്യമായി എണ്ണി 21 താഠനം, അതും മൃദുല മനോഹരമായ ആ നെഞ്ചത്ത്. ചണ്ടാലനല്ല, ക്ഷത്രിയൻ. കൊണ്ടുപോകുന്നു നിന്റെ പ്രാണനാഥന്റെ പെരട്ട് ശിരസും. വീണ്ടും വെച്ച് കെട്ടാൻ വേണ്ടി തിരക്കി വരേണ്ട ആരും കത്തിച്ചു കളഞ്ഞിരിക്കും. ഇതൊരു ക്ഷത്രിയന്റെ ക്ഷാത്രവീര്യത്തിന്റെ സാക്ഷാത്കാരം.
മകളെ രേണുകെ, പുനർജീവിപ്പിക്കാനുള്ള ഒരു സാധ്യതയും ബാക്കിയില്ലാത്തതിനാലും മഹേന്ദ്രഗിരിയിൽ തപമനുഷ്ഠിക്കുന്ന രാമൻ വരാനിടയില്ലാത്തതിനാലും നാമിതാ ഈ ബ്രാഹ്മണോത്തമന്റെ കബന്ധം സംസ്കരിക്കാൻ പോവുകയാണ്. വേണം, എന്റെ നാഥന് മോക്ഷം വേണം. അവശേഷിക്കുന്ന ദേഹമെങ്കിലും ആചാരപ്രകാരം സംസ്കരിച്ചാലും ശുക്രാചാര്യരെ. ശരി, എങ്കിലിതാ നാം നമ്മുടെ സഹോദരന്റെ ഭൗതിക ദേഹത്തിന് തീ പകരുകയാണ്. ഓം നമഃ. കുമാര, കുമാര, കരയല്ലേ കുമാര, കരയാതിരിക്കൂ. നീ എന്നെ ആശ്വസിപ്പിക്കുകയാണല്ലേ? ഇന്ന് ഈ ഭൂവുലകത്തിൽ മാതാവും പിതാവും നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ആരോരുമില്ലാത്തവനാണ് ഞാൻ, ആരുമില്ലാത്തവൻ. ഇപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുന്നത് അമ്മയുടെ സ്ഥാനത്ത് നിന്നോ സഹോദരിയുടെ സ്ഥാനത്ത് നിന്നോ അതോ ദാസിയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ. ഇത്രയും കാലം എനിക്ക് അന്നവും സംരക്ഷണവും തന്ന എന്റെ തമ്പായിയുടെയും തമ്പാട്ടിയുടെയും പാദസേവ ചെയ്ത് മതിവരാത്തൊരു ദാസി എന്ന നിലയ്ക്ക് തന്നെ അരുങ്കൊല ചെയ്തതാണ് കുമാര അങ്ങയുടെ മാതാപിതാക്കളെ. അങ്ങ് വധിച്ച ക്ഷത്രിയ രാജാവിന്റെ വികൃതൻ എന്ന നികൃഷ്ടനായ പുത്രൻ കഴുത്തറുത്തു കൊന്നതാണ് അങ്ങയുടെ പിതാവിനെ. അതിൽ മനം നൊന്തെന്റെ തമ്പാട്ടിയും. അറിയാം, പക്ഷെ കൊന്നവൻ ആത്മഹത്യ ചെയ്തില്ലേ? എന്റെ പിതാവിന്റെ തിരുശിരസോടൊപ്പം അഗ്നിയിൽ ചാടി ഒടുങ്ങിയില്ലേ? ഇനി ആരോട് പ്രതികാരം ചെയ്യാൻ? അവന്റെ വംശത്തോട്. കൊന്നും വെന്നും സകലതും അടക്കി വാഴാമെന്ന ക്ഷത്രിയ ധാർഷ്ട്യത്തെ അവസാനിപ്പിക്കാൻ പൂമുഖത്തെ ക്ഷത്രിയ കുലത്തെ ആകെ ഒടുക്കണം. നീ പറഞ്ഞു വരുന്നത്? അതെ, തമ്പായിയുടെ ശിരസറ്റ ജഡം കണ്ട തമ്പാട്ടി 21 വട്ടം നെഞ്ചത്തടിച്ച് നിലവിളിച്ചിരുന്നു. ഓരോ വട്ടം നെഞ്ചത്തടിച്ച് നിലവിളിച്ചപ്പോഴും ആ നികൃഷ്ടൻ തമ്പാട്ടിയെ പരിഹസിച്ച് ചിരിച്ചിരുന്നു. ആകയാൽ ഒരു വട്ടമല്ല, എന്റെ തമ്പാട്ടി മനം നൊന്ത് നെഞ്ചിലടിച്ച് കരഞ്ഞ 21 വട്ടം കുമാരൻ ഭൂമുഖത്തെ ക്ഷത്രിയ കുലത്തെ കൊന്നൊടുക്കണം. ഒന്നിനു പിറകെ ഒന്നായി ഒരിക്കൽ അവസാനിപ്പിച്ച് പിന്നെ കാത്തിരുന്ന് മുള പൊട്ടുന്നതും വളരുന്നതും കാത്ത് 21 വട്ടം ഭൂമുഖത്തെ ക്ഷത്രിയ കുലത്തിന്റെ വംശഹത്യ നടത്തണം കുമാരൻ. എങ്കിലേ ഇവിടത്തെ പിതാവിന്റെയും മാതാവിന്റെയും ആത്മാക്കൾ സായുജ്യമടയൂ. അല്പപ്രാണിയായ ഈ ദാസിക്ക് മനഃശാന്തി ഉണ്ടാവൂ. സർവോപരി കുമാരന് മാതാവിനും പിതാവിനും ഉദകക്രിയകൾ പൂർത്തിയാക്കിയെന്ന സാഫല്യം ലഭിക്കൂ. എന്തു പറയുന്നു കുമാര? അതെ, ഒന്നൊടുക്കണം ക്ഷത്രിയ കുലത്തെ ആകെയും. 21 തലമുറകൾ നീളുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ക്ഷത്രിയ വംശഹത്യ. നർമ്മദയിൽ നിന്നും ജലം ശേഖരിക്കാൻ പോകുന്ന പെൺകിടാങ്ങളെ, സത്കഥകൾ ചൊല്ലിപ്പാടാനിറങ്ങിയ മാഗധരെ, ഇനി ഈ വീരകഥ പാടി പറഞ്ഞാട്ടെ. എന്റെ തമ്പായിയുടെയും തമ്പാട്ടിയുടെയും മകൻ പലവട്ടം ക്ഷത്രിയ കുലത്തെ മുച്ചൂടും മുടിച്ച് പകതീർത്ത കഥ. ക്ഷത്രിയരുടെ തളം കെട്ടിയ ചോരയിൽ അമ്മയ്ക്കും അച്ഛനും തർപ്പണം നടത്തിയ പരശുരാമ വീരകുമാരന്റെ കഥ. നടുക്കത്തോടെ മാത്രം ഭാരതവർഷവും കാലവും ഇനിയുള്ള കാലം ഓർക്കാനിരിക്കുന്ന വംശഹത്യയുടെ ചെഞ്ചോര ചരിതം.
നിന്നുണർന്ന തീയിൽ വീണറിഞ്ഞുണർന്ന രാമൻ എത്തുതിക്ക് ഞെട്ടലോടെ കൺതുറിച്ചു നിന്നിടുമ്പോൾ കോപസൂര്യനായി ജ്വലിച്ചു രാമൻ മണ്ണിലാകെയും തീ പടർന്നിതാ ചാമ്പലായിതാ യുദ്ധഭീരികൾ ഉണർന്നുയർന്നിതാ ഭൂമിയാകെയും ചോര ചിന്തിയോ എണ്ണി വീരരാജൻ പോക്കളത്തിൽ വീണടിഞ്ഞു ലോകമാകെ ചുറ്റി വന്നു പിന്നെയും തുടർന്നു പോയി ഭൂമി ഭാരം തീർത്തിടാൻ പിറന്ന രാമവീരനും ചോര കൊണ്ടെഴുതിയന്നു വീരഗാഥ പിന്നെയും രാമ നെഞ്ചു കൊണ്ടിരുന്ന സങ്കടത്തിൽ നിന്നുണർന്ന തീയിൽ വീണറിഞ്ഞുണർന്ന രാമൻ എത്തുതിക്ക് ഞെട്ടലോടെ കൺതുറിച്ചു നിന്നിടുമ്പോൾ കോപസൂര്യനായി ജ്വലിച്ചു രാമൻ മണ്ണിലാകെയും തീ പടർന്നിതാ ചാമ്പലായിതാ ശംഖനാദവും വാനിലുയർന്നു ദേവവൃന്ദവും വാനിൽ നിരന്നു ശബ്ദവീര ചോര വീണ് പൊക്കളം തുളുമ്പിയും 7-3 വട്ടവും പിന്നെയും തുടർന്നു പോയി സെമന്ത മഞ്ഞ തീർത്ഥമാടി തർപ്പണങ്ങൾ ചെയ്തതും നെഞ്ചുടുക്കു കുട്ടി ഇന്ന് പാടിടുന്നു ഞങ്ങളും രാമ നെഞ്ചു കൊണ്ടിരുന്ന സങ്കടത്തിൽ നിന്നുണർന്ന തീയിൽ വീണറിഞ്ഞുണർന്ന രാമൻ എത്തുതിക്ക് ഞെട്ടലോടെ കൺതുറിച്ചു നിന്നിടുമ്പോൾ കോപസൂര്യനായി ജ്വലിച്ചു രാമൻ മണ്ണിലാകെയും തീ പടർന്നിതാ ചാമ്പലായിതാ അമ്മേ, എന്റെ പിതാവേ, 21 ക്ഷത്രിയ പരമ്പരയുടെ ചുടുരക്തം കൊണ്ട് തർപ്പണം. ഈ 5 തടാകങ്ങളിൽ ഞാൻ സ്വരുക്കൂട്ടിയ രക്തം കൊണ്ട് ഉദകക്രിയ. ഇതിലപ്പുറം ഈ മകനാൽ മറ്റൊന്നും ആവതല്ല. ദേവപ്രീതിക്ക് വേണ്ടി പൂവും നീരും നേദിക്കേണ്ട ബ്രാഹ്മണ ഹസ്തങ്ങളിൽ 21 ക്ഷത്രിയ വംശത്തിന്റെ ചോരക്കറയുണ്ടിപ്പോൾ. ബ്രഹ്മതേജസ്സിനെ ആകെ മൂടുന്ന വംശഹത്യയുടെ പാപം അത്രയുമുണ്ട് ശിരസിൽ. ശിവനെ, പ്രപഞ്ച മഹാഗുരു, ഹിംസയുടെ ഈ കളങ്കം മായ്ക്കുവാൻ ഈ ശിഷ്യൻ എന്തു ചെയ്യണം?
ഈ മകൻ എന്ത് ചെയ്യണം മഹേശ്വര? ഒരു ഉത്തരത്താൽ അനുഗ്രഹിക്കൂ ശംഭോ ശിവശങ്കരമൂർത്തേ. പരശുരാമ, വിശ്വവിജയം നേടിയിട്ടും നീ എന്തിനാണ് ഖിന്നനാവുന്നത്? നിനക്കെന്താണ് വേണ്ടത്? ഹിംസ, ബ്രാഹ്മണ കുലത്തിൽ പിറന്നിട്ടും ഗതികെട്ട് ചെയ്തു പോയ കൂട്ടക്കൊലകളുടെ ശാപത്തിൽ നിന്നും അടിയൻ എങ്ങനെ ഭഗവാനെ? അതോർത്തെന്തിനു വിഷമിക്കണം? മുൻപ് നിന്റെ പിതാവ് ഉപദേശിച്ചത് ഓർമ്മയില്ലേ? ഹിംസ മനസ്സിൽ നിറച്ച കാലുഷ്യങ്ങൾ അകറ്റാൻ ദീർഘകാലം ധ്യാനത്തിലും പ്രാർത്ഥനയിലും മനസ്സിനെ മേയാൻ വിടുക. കാടകം പൂകി സന്യാസം തുടരുക. ക്ഷത്രിയരിൽ നിന്നും നീ കുന്നുനേടിയ കണക്കെട്ട് രാജ്യവും സമ്പത്തും സർവസ്വവും ബ്രാഹ്മണകുലം എന്നാണോ രാജ്യവും സമ്പത്തും അധികാരവും കൈയാളാൻ പ്രാപ്തരാവുന്നത് അന്ന് നിന്റെ അധീനതയിലുള്ള ബ്രാഹ്മണർക്ക് വീതം വെച്ച് നൽകുക. അതാവാം ഭഗവാനെ. അതുകൊണ്ട് മാത്രം എന്നിലെ പാപം, ഈ 5 തടാകങ്ങളിൽ തളം കെട്ടി നിൽക്കുന്ന ഞാൻ കൊന്നു തള്ളിയവരുടെ രക്തം, അതിൽ നിന്നും വമിക്കുന്ന അഴുകിയ ദുർഗന്ധം, അതത്രയും എന്നിലെ പുരുഷാർത്ഥത്തെ വേട്ടയാടുകയില്ലേ ഇഹത്തിലും പരത്തിലും ശംഭോ? അതോർത്ത് നീ വിഷമിക്കണ്ട. കൈകൾ നിന്റേതെങ്കിലും നീ കൊന്നൊടുക്കിയത് നാം നൽകിയ ദിവ്യായുധങ്ങൾ കൊണ്ടാണ്. ആകയാൽ ഈ അരുംകൊലകളിൽ നമുക്കും വ്യക്തമായ പങ്കും ഒരു ലക്ഷ്യവും ധർമ്മനീതിയും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ ചോരതളം കെട്ടിയ ദുർഗന്ധം വമിക്കുന്ന ഈ തടാകങ്ങൾ നാളെയിൽ സെമന്ത പഞ്ചക തീർത്ഥഘട്ടങ്ങൾ എന്ന പുണ്യ തീർത്ഥ സരസ്സുകളായിരിക്കും. ഇതിലെ ഓരോ രക്തത്തുള്ളിയും മനുഷ്യപാപം കഴുകി തീർക്കുന്ന പുണ്യാഹമായി തീരും. മതി ദൈവമേ, മതി ഗുരുവേ. തീർന്നില്ല. ചിരഞ്ജീവിയായ നീ ഈ ഭൂവുലകത്തിൽ ഇനിയും തുടരും. യുഗങ്ങൾ മാറി മറിഞ്ഞു വരും. കാലാന്തരത്തിൽ ദ്വാപരയുഗത്തിൽ ഇതേ ഇടത്തിൽ വെച്ച് ഒരു ഘോര യുദ്ധം നടക്കും. കുരുക്ഷേത്ര യുദ്ധം. ഒട്ടനവധി ക്ഷത്രിയർ അക്കാലവും പരസ്പരം കൊന്നും ചത്തും ഇവിടെ ചോര വീഴ്ത്തും. അന്ന് പാപപരിഹാരത്തിനായി അവർ പുണ്യസ്നാനം നടത്തുന്ന പുണ്യ സരസായിരിക്കും ഈ സെമന്ത പഞ്ചക തീർത്ഥഘട്ടങ്ങൾ. നന്ദി ഗുരുവേ, നന്ദി ദൈവമേ. കാടകം പോകൂ. വനനീലിമയുടെ സ്വാസ്ഥ്യത്തിലൊളിക്കൂ. സ്വസ്തി. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. പാപഭാരമകറ്റാൻ ശിവം ശിവമെന്ന ചിന്തയിലുറച്ച് പരശുരാമൻ കാടകങ്ങളിൽ പിന്നീടുള്ള കാലം കഴിച്ചുകൂട്ടി. ദിവസങ്ങൾ, വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ, യുഗങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. ചിരഞ്ജീവിയായ പരശുരാമൻ കാട്ടിൽ കഴിയുമ്പോൾ അടുത്ത വൈഷ്ണവാവതാരം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. യുഗപുരുഷനായ രാമൻ, ദശരഥനന്ദനായ ശ്രീരാമചന്ദ്രൻ.
മിഥിലതൻ പൊൻകണി മണ്ണിന്റെ കൺമണി ജനകന്റെ പൂമകൾ അഴകിന്റെ റാണി സ്വയംവര പന്തലിൽ തുടിക്കുന്നു നെഞ്ചുകൾ ആഘോഷം തകിൽമേളം ഇനി താളമേളമായ ആമോദം കുഴൽനാദം ഇനിയാകെ ഉത്സവം പോലെ പിടിപ്പൂ വെയ്യുന്നു മുഖപ്പൂ ചോക്കുന്നു പാടി വരും പൂങ്കാറ്റേ ഓടിതൽ പൊൻവെയിലേ രാജാങ്കണങ്ങൾ സ്വർഗീയമായി മിഥിലയിൽ വാസന്തമായി ദേവാങ്കണങ്ങൾ താഴെ മണ്ണിൽ സ്വയംവരാധികളായി പറമ്പോൾ മംഗല്യം നിറങ്ങൾ ചാത്തുന്നു കാകളികൾ മൂളുന്നു കാലിനകളാടുന്നു താരാഗണങ്ങൾ വിഹാരമായി ആകാശനീലിമയിൽ പൂങ്കാവനങ്ങൾ പൂകൊണ്ടു മൂടി മൈഥിലി മോഹിനിയാ സ്വർഗ്ഗത്തിൽ പാടുക പറമ്പോൾ മംഗല്യം നിറങ്ങൾ ചാത്തുന്നു കാകളികൾ മൂളുന്നു കാലിനകളാടുന്നു ജനകന്റെ പൂമകൾ അഴകിന്റെ റാണി സ്വയംവര പന്തലിൽ തുടിക്കുന്നു നെഞ്ചുകൾ ആഘോഷം തകിൽമേളം ഇനി താളമേളമായ ആമോദം കുഴൽനാദം ഇനിയാകെ ഉത്സവം പോലെ പിടിപ്പൂ വെയ്യുന്നു മുഖപ്പൂ ചോക്കുന്നു പാടി വരും പൂങ്കാറ്റേ ഓടിതൽ പൊൻവെയിലേ മിഥിലാപുരിയിലെ രാജകുമാരിമാരെ സ്വന്തമാക്കാനുള്ള വീരപരീക്ഷയിൽ പങ്കുകൊള്ളാനെത്തിയ ക്ഷത്രിയ വീരന്മാരെ പരമശിവനിൽ നിന്നും നമ്മുടെ പരമ്പരയ്ക്ക് വരമായി ലഭിച്ച ഈ ശൈവ ചാപം കുലയ്ക്കുന്നവർക്ക് നാം നമ്മുടെ മൂത്ത പുത്രി ഒരു സന്താനത്തിനു വേണ്ടി നാം നടത്തിയ യാഗാനന്തരം സീതയിൽ നിന്നും ലഭിച്ച സീതയായ ജാനകിയെ വിവാഹം ചെയ്ത് നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എന്തു ചെയ്യാം, ഇക്കണ്ട ക്ഷത്രിയ വീരന്മാർ നടത്തിയ വീരശ്രമങ്ങൾ അത്രയും കാണുന്നവർക്ക് ചിരിക്കാനുള്ള ഫലിതമായി മാറി. ചിലർ ചാപമെടുക്കാൻ ശ്രമിച്ച് നട്ടല്ലൊടിഞ്ഞ് കിടപ്പിലായി, വേറെ ചിലർ കൈക്കുഴ തെറ്റി വൈദ്യപ്പുരകളിലായി. ഉയർത്താൻ കഠിനമായി ശ്രമിച്ച് ഹൃദയം സ്തംഭിച്ച് മൃതിയടഞ്ഞ ആ ക്ഷത്രിയ കുമാരന്മാരെ ഓർത്ത് നാം ഖേദിക്കുകയും ചെയ്യുന്നു.
ഇനി ആരുണ്ട്? അഥവാ ഇനി ആരെങ്കിലും ഉണ്ടോ? ആണായി പിറന്നവരാരെങ്കിലും ഉണ്ടോ ഈ ശൈവചാപം കുലച്ച് നമ്മുടെ മകളെ സ്വന്തമാക്കാൻ? ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ. മഹാദേവ ക്ഷമസ്വ. കുമാര, എന്റെ ഉണ്ണി, ഇത് ഞാനാ, വനമാലി. വനമാലി, നീയും ചിരഞ്ജീവിയോ? ഭഗവാൻ വിളിക്കാത്തത് കൊണ്ട് മരിച്ചില്ലെന്നു പറയാം. അതെന്റെ കുമാരന്റെ ജീവിത നിയോഗങ്ങൾ ദൂരെ നിന്നെങ്കിലും നോക്കിക്കാണാനുള്ള അദമ്യമായ അഭിലാഷം കൊണ്ട് തന്നെയാകണം. നിന്റെ ഓരോ യുദ്ധവിജയങ്ങളും കണ്ട് അകന്നിറഞ്ഞ് സന്തോഷിച്ചവളാണ് അടിയൻ. ഒരമ്മയെപ്പോലെ അഭിമാനിച്ചവളാണ്. പക്ഷേ ഇപ്പോൾ എന്തു പറ്റി? ഈ ഭൂലകത്തിൽ ഒരൊറ്റ രാമൻ മതി. അടിയന്റെ കുമാരൻ, ഈ പരശുരാമൻ. എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ മാഗധർ മറ്റൊരു രാമന്റെ അവതാരങ്ങൾ പാടി നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അയോധ്യ രാജാവിന് 1-ാം ഭാര്യയിലോ 2-ാം ഭാര്യയിലോ മറ്റോ ജനിച്ചൊരു രാമന്റെ വീരപുണ്യ പുരാണങ്ങൾ പാടട്ടെ. മാഗധ സംഘങ്ങൾക്ക് ഇന്ന് അവരുടെ മുന്നിലെ വീരനായകൻ രാമനായിരിക്കും. അതായിരിക്കും പാട്ടിനാധാരം. ഹിംസയിൽ നിന്ന് ഓടിയൊളിച്ച് കാടകത്തിൽ അടയിരിക്കുന്ന എന്നെക്കുറിച്ച് അവരിനി എന്തിനു പാടണം? അവരയോധ്യയിലെ രാമനെക്കുറിച്ച് പാടട്ടെ. പക്ഷേ ആ രാമൻ ഇന്ന് മിഥിലയിലെ രാജകുമാരി സീതയെ വീരപരിണയം നടത്തട്ടെ. ബ്രഹ്മചര്യം വരിച്ച നാം എന്തിനാണ് രാമന്റെ വിവാഹകാര്യം തിരക്കുന്നത്? വീരപരീക്ഷ ജയിച്ചാണവൻ ജാനകിയെ വരിച്ചത്. അവനൊരു വീരൻ തന്നെ ആയിരിക്കുമെന്ന് നേരത്തെ തോന്നി. കുമാരാ, മനുഷ്യകുലത്തിൽ ജനിച്ച ആരാലും കഴിയാത്ത ശൈവചാപം കുലച്ചാണവൻ മൈഥിലിയെ വരിച്ചത്. കുമാരന്റെ ഗുരുവും സർവേശ്വരനുമായ ശിവഭഗവാന്റെ വില്ലു കുലച്ചുകൊണ്ട്, അല്ല, അങ്ങേയറ്റത്തെ അഹങ്കാരത്തോടെ ആ വില്ല് 2ആയി മുറിച്ച് ശിവഭഗവാനെ പരിഹസിച്ചുകൊണ്ടാണ് അവൻ സീതയെ വരിച്ചത്. എന്ത്? ശൈവചാപം ഒടിക്കുകയോ? ഒരു രാജകുമാരൻ കേവലം ഒരു ക്ഷത്രിയ രാജകുമാരിയെ സ്വന്തമാക്കാൻ വേണ്ടി ശൈവചാപം ഒടിച്ചു മഹാദേവനെ പരിഹസിച്ച് വീരസ്യം കാട്ടുകയോ? തീർന്നില്ല ഈ ക്ഷത്രിയ പരീക്ഷകളുടെ അഹന്തയും അഹമ്മതികളും? അതാ മിഥിലയിൽ നിന്നും അയോധ്യയിലേക്കുള്ള അവരുടെ മടക്കയാത്രയാണ്. അഹങ്കാരം പൂണ്ട ഘോഷയാത്ര തടയണം. അനുവദിക്കരുത് കുഞ്ഞേ. അവരെ ബോധ്യപ്പെടുത്തണം, ഈ മണ്ണിൽ അജയനായൊരൊറ്റ രാമനേ ഉള്ളൂവെന്ന്. നിൽക്കൂ! അഹങ്കാരിയായ ഒരു രാമന് നമ്മെ മറികടന്ന് ഈ വനം വിട്ട് മുന്നോട്ട് പോകാൻ ഇനിയാവില്ല. ആരാണ് ശൈവചാപം ഖണ്ഡിച്ച ആ ധിക്കാരിയായ രാമൻ? അത്രയ്ക്ക് ധീരനും ധിക്കാരിയുമെങ്കിൽ മുന്നോട്ട് വരൂ. ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ
അത്രമേൽ ധീരനോ ഒരു ധിക്കാരിയോ അല്ല. എങ്കിലും ഞാനാണ് അങ്ങ് പറഞ്ഞ ശൈവചാപം കുലച്ച ദശരഥ നന്ദനനായ രഘുരാമൻ. നീ രഘുരാമനെങ്കിൽ നാം ഭാർഗവരാമനാണ്. ഗുരുനിന്ന് നാം പൊറുക്കില്ല. കൂട്ടത്തിലുള്ള സ്ത്രീകളെയും വൃദ്ധരെയും പറഞ്ഞുവിട്ട് യുദ്ധത്തിനൊരുങ്ങിക്കൊള്ളൂ എന്ന് വെച്ചാൽ മരിക്കാൻ ഒരുങ്ങിക്കൊള്ളൂ രഘുരാമ. അങ്ങ് അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അടിയൻ എവിടേക്ക് ഒളിച്ചോടാൻ? എന്നാലും യുദ്ധവും കൊലയും മാത്രമാണ് പ്രതികാരത്തിനുള്ള ഏക വഴി എന്ന് ഇക്കണ്ട നരഹത്യകൾക്ക് ശേഷവും അങ്ങ് കരുതുന്നുണ്ടോ? ഒരു ക്ഷത്രിയന്റെ സാരോപദേശമല്ല, അവന്റെ കൈക്കരുത്താണ് എനിക്ക് കാണേണ്ടത്. എടുക്കായുധം വിഡ്ഢിയായ ക്ഷത്രിയ രാമ. ഇതാ ഭാർഗവരാമൻ നിന്നെ വെല്ലുവിളിക്കുന്നു. ശൈവചാപം ഖണ്ഡിച്ച ക്ഷത്രിയ രാമ, ഇത് വൈഷ്ണവ ചാപം. ഇതൊന്ന് തൊടുക്കാനാവുമോ നിനക്ക്? വേണ്ട. ഇതൊന്ന് ഉയർത്താനോ അനക്കാനോ കഴിയുമോ ആൽപ്പനായ നിനക്ക്? ആവില്ല. അതിന് കഴിഞ്ഞാൽ നാം നിന്നെ ഒരു യോദ്ധാവെന്ന് സമ്മതിക്കും, പ്രതിയോഗി എന്ന് കരുതി വണങ്ങും. മഹാമുനെ, ക്ഷത്രിയനാണെങ്കിലും ആചാര്യനായ അങ്ങേക്ക് മുന്നിൽ ആയുധകലയിൽ അടിയൻ വെറും ബാലകനാണ്. എന്നിരുന്നാലും നമ്മിൽ നിന്നും സിദ്ധിച്ച ആയുധം കാണിച്ച് നമ്മെ തന്നെ പരീക്ഷിക്കുമ്പോൾ നമുക്കത് തിരിച്ചെടുക്കാതിരിക്കാനാവില്ലല്ലോ ബ്രാഹ്മണശ്രേഷ്ഠ. ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ. ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ. ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ. ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ. ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ. നരഹസ്തങ്ങൾക്ക് അപ്രാപ്യമായ ഈ വൈഷ്ണവ ചാപം അങ്ങയുടെ കൈകളിലേക്ക് എന്നെ വിട്ടൊരു വളർത്തുമാർജാരനെ പോലെ മടങ്ങിയെങ്കിൽ, ഇതെനിക്ക് അങ്ങയുടെ ദാനമാണെങ്കിൽ അങ്ങ് 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 തന്നെയല്ലേ ആ പരമ്പൊരുളും ഹരിയും ഭഗവാനെ? ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ. നാം ഇരുവരും കർമ്മനിയോഗങ്ങളാൽ ഭൂമിയിൽ അവതരിച്ചവരാണ്. ആരും ആരിലും മുകളിലോ താഴെയോ അല്ല. ചിരഞ്ജീവിയായ അങ്ങ് ഇവിടെ തുടരുമ്പോഴും ഈ ത്രേതായുഗത്തിൽ ഈ നരജന്മത്താൽ പലതും നമുക്ക് പൂർത്തിയാക്കുവാനുണ്ട്. ഇനി അങ്ങേക്ക് സ്വാസ്ഥ്യത്തോടെ വിശ്രമിക്കാം. രഘുരാമനായ നമുക്ക് മുന്നോട്ട് ഇനിയും പോവേണ്ടതുണ്ട്. ആവട്ടെ ശ്രീരാമചന്ദ്ര. കർമ്മനിയോഗങ്ങളും ജന്മദൗത്യങ്ങളും അവസാനിച്ച നാമിത നമ്മിൽ അവശേഷിക്കുന്ന വൈഷ്ണവ തേജസ്സും അങ്ങയിലേക്ക് പകരുന്നു. ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ. ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ. ഇനി ശ്രീരാമാവതാരത്തിന്റെ ത്രേതായുഗ രഥ്യകൾക്ക് തുടക്കമാവുകയാണ്. ഇനി ഞാൻ അനേകം ക്ഷത്രിയ വംശങ്ങളെ കൊന്നൊടുക്കി നേടിയതൊക്കെയും കശ്യപ മഹർഷിയെ പ്രധാന ഋത്വിക്കാക്കി ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് ഞാൻ എൻ്റെ ധ്യാനത്തിലേക്ക് മടങ്ങും. യുഗപുരുഷനായ ശ്രീരാമചന്ദ്രന് യാത്രാമംഗളം. അടിയനിനി ദാനം, ധ്യാനം അതുമാത്രം. ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ. ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ. ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ. ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ. ശ്രീരാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ. അധ പുരുഷോ ഹവൈ നാരായണോ കാമയത പ്രജാസൃജേയേതേ നാരായണാത് പ്രാണോ ജായതേ. മഹാബ്രാഹ്മണനായ കശ്യപ മഹർഷി, ഈ യാഗവിധി പ്രകാരം ഞാൻ ക്ഷത്രിയരിൽ നിന്നും നേടിയ രാജ്യവും ധനവും സർവസ്വവും എൻ്റെ ബ്രാഹ്മണകുലത്തിലെ കുടുംബാംഗങ്ങൾക്ക് കൈമാറുന്നതിന് വേണ്ടി എല്ലാം ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു. ഇനി അത് അങ്ങേക്ക് രാജ്യഭാരം ഏൽക്കാനും ധനവ്യയം കാര്യക്ഷമമായി നടത്താനും ഒക്കെ കെൽപ്പുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് വീതം വെച്ച് കൈമാറാം. എന്തായിരുന്നാലും എൻ്റെ കൈകൾ ഇപ്പോൾ ശൂന്യമാണ്. പരശുരാമൻ നിസ്വനാണ്. ശ്രേഷ്ഠം, ശ്രേഷ്ഠം ഭാർഗവരാമ. ബ്രാഹ്മണ കുലത്തിനു തന്നെ അഭിമാനമാണ് നീ. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഗുരുശ്രേഷ്ഠ? ഏറ്റവും പരമപ്രധാനമായതെന്തോ അത് നീ ചെയ്തു കഴിഞ്ഞു. ക്ഷത്രിയൻ വെന്നു നേടിയതത്രയും
നീ കൊന്നു നേടി ഭൂസുരന്മാരായ ബ്രാഹ്മണരുടെ കൈകളിലേക്ക് എത്തിച്ചു. ഇനി ധർമ്മനീതി അനുസരിച്ച് ഒരു ചെറിയ കാര്യം കൂടി ചെയ്യേണ്ട ബാധ്യത നിനക്കുണ്ട്. പറയൂ, എന്താണത്? മറ്റൊന്നുമല്ല, നീ എത്രയും വേഗം ഇവിടം വിട്ടെങ്ങോട്ടെങ്കിലും പോകണം. ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ, എല്ലാം ദാനം ചെയ്ത സ്ഥിതിക്ക് നീ ഇനി ഇവിടെ തുടരുന്നത് ശരിയല്ലല്ലോ. കൂട്ടരെ, ബഹുമാന്യരെ, എനിക്കിവിടെ അങ്ങനെ സുസ്ഥിരമായൊരു ഭവനമോ ഭൂമിയോ ഒരു ഇരിപ്പിടം പോലുമോ വേണ്ട. നദിക്കരയിലോ വനത്തിലോ മനുഷ്യരെത്തിപ്പെടാത്ത മലമടക്കുകളിലോ എവിടെയെങ്കിലും ഞാനൊരു അഭയാർത്ഥിയായി കഴിഞ്ഞുകൊള്ളാം. മരണമില്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും കഴിഞ്ഞുകൂടാനായി മാത്രം ഒരു സ്ഥലം. നീ ആകെ യജമാനനും ദാതാവുമാണ്. യജമാനനും ദാതാവുമായ നീ അഭയാർത്ഥിയായി കഴിയുന്ന ഒരു രാജ്യത്ത് ഈ ബ്രാഹ്മണരെങ്ങനെ അവകാശിയായി കഴിയും? അതൊരു നാണമില്ലാത്ത അവസ്ഥയാണെന്ന് നാം പറഞ്ഞു തരേണ്ടതുണ്ടോ പരശുരാമ? നിന്റെ ദാനം നിസ്വാർത്ഥമാണെങ്കിൽ അത് സാർത്ഥകമാവണമെങ്കിൽ നീ ഇവിടം വിട്ടു പോകണം. അതല്ലെങ്കിൽ തിരിച്ചു വാങ്ങിക്കോളൂ സകലതും. ഞങ്ങൾ കടന്നുപോയിക്കോളാം. വേണ്ട, വേണ്ട, തിരിച്ചു വാങ്ങിക്കാനല്ല ഞാനിത് അത്രയും നിങ്ങൾക്ക് നൽകിയത്. ഞാൻ പോയിക്കൊള്ളാം. ബ്രാഹ്മണകുലത്തെ ആകെയും ഞാൻ എൻ്റെ കുടുംബമായി കണ്ടു. ഒന്നും വെന്നും നേടിയതത്രയും കുടുംബത്തിലെ വരും തലമുറയ്ക്ക് കൈമാറി കഴിയുമ്പോൾ കുടുംബനാഥനെ ആട്ടിപ്പുറത്താക്കുക എന്നൊരു ശീലം ഇന്നും ഇനി അങ്ങോളവും മനുഷ്യരാശിക്ക് കാണുമായിരിക്കും. ആകയാൽ ഞാൻ പൊയ്ക്കൊള്ളാം. ചിരഞ്ജീവിയുടെ വ്രണിത ജീവിതം അനുഭവിച്ചു തീർക്കാൻ നിങ്ങളുടെ തിരുനോട്ടമേൽക്കാതെ ഏതെങ്കിലും ദിക്കിലേക്ക് ഞാൻ കടന്നുപോയിക്കൊള്ളാം. അതുപോലെ വധം കൊണ്ടും പശ്ചാത്താപം കൊണ്ടും ദാനം കൊണ്ടും ഏതിനാലും എവിടെയും മോക്ഷവും മനഃശാന്തിയും ലഭിക്കാത്ത ഈ ചിരഞ്ജീവി ഇതാ പലായനം ചെയ്യുന്നു. അഭയം വരുണദേവ, ഈ ഭൂമിയിൽ കാലുകുത്താൻ പോലും ഇടമില്ലാത്തവന്, തിരതല്ലുന്ന കടലിനപ്പുറം മറ്റൊന്നുമില്ലാത്തവന്, സകല സൗഭാഗ്യത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടവന് നൽകാൻ കഴിയുന്ന കരുണ, ശിഷ്ടകാലം കഴിഞ്ഞുകൂടാൻ കടലെടുത്തു പോകാത്ത ഒരു തുണ്ട് കര, അത് മാത്രമാണ് വരുണദേവ അടിയന്റെ അഭിലാഷം. ഇവിടെ നിന്നും തെക്കൻ സമുദ്രപ്പരപ്പിലേക്ക് നീ നിന്റെ പരശുവെറിയൂ. അപ്പോൾ അവിടെ ഒരു കര ഉയർന്നു വരും. ആവോളം നിനക്ക് നിന്റെ ഗുരുവിനെ ഭജിക്കുവാൻ സ്വച്ഛവും ഹരിതാഭവും കേരവൃക്ഷ സമൃദ്ധവുമായൊരു കര. മഴവെറിഞ്ഞാലും ഓം നമഃ ശിവായ. ധ്യാനം പൂണ്ടിരിക്കാൻ ഒരു തുണ്ട് നിലം ചോദിച്ച എനിക്ക് വിസ്തൃതവും ഐശ്വര്യസമ്പൂർണവുമായൊരു കേരവൃക്ഷക്കര തന്നെയാണ് അങ്ങ് നൽകിയത്. ഇതിന് എങ്ങനെയാണ് അടിയൻ നന്ദി ചൊല്ലേണ്ടത്? ദേവസ്വരൂപനായ അങ്ങ് സമുദ്രാധിപൻ മാത്രമായ നമ്മോട് നന്ദി ചൊല്ലേണ്ടതില്ല. പകരം അങ്ങയെ നാം മറ്റൊരു ചുമതല ഏൽപ്പിക്കുന്നു. ഈ ഭൂമുഖത്ത് മനുഷ്യരാശിക്ക് ഏറ്റവും സ്വച്ഛമായി പാർക്കുവാൻ കഴിയുന്ന കേരനിബിഡമായ ഈ ദൈവദേശക്കരയിൽ ജനപഥങ്ങൾ അനവധി ഉയർന്നു വരും. എന്നാൽ ഏതു മണ്ണിനെയും കാത്തു രക്ഷിച്ചു പോരാൻ മാതൃഭാവം പൂണ്ട അമ്മ ദൈവങ്ങളും രക്ഷകദേവന്മാരും
അവർക്ക് ഇരുന്നമരാൻ ക്ഷേത്രങ്ങളും ഉണ്ടാവണം. ആകയാൽ ഈ മലനാട്ടിലെമ്പാടും കാവൽ ദൈവങ്ങൾക്ക് വേണ്ടി നീ ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തുക. അതാണ് നാം നിന്നെ ഏൽപ്പിക്കുന്ന ചുമതലയും നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന നന്മയും. അങ്ങയുടെ അഭീഷ്ടം പോലെ എന്നാലാവതടിയൻ ചെയ്യും. കാവൽ ദൈവങ്ങൾ, കേരനിരക്കരയിൽ മഹാക്ഷേത്രങ്ങൾ. ദൈവമാടി വന്ന തീരമിന്ന് പുണ്യമായി നീലകണ്ഠ ഭാമിനിയും നന്ദിനിയും കാവലായി ദേവവൃന്ദമാകെ ഇന്നു നന്മയേകും ഭൂമിയായി ദേവീ പാവനം കടലൊഴിഞ്ഞു വന്ന ദേവഭൂമിയാണിത്. പാവനം കടലൊഴിഞ്ഞു വന്ന ദേവഭൂമിയാണിത്. ഓഹോ കേരളത്തിൽ ഇന്ന് നാം കാണുന്ന പ്രമുഖ ക്ഷേത്രങ്ങളിൽ മിക്കതും പ്രതിഷ്ഠിച്ചത് ചിരഞ്ജീവിയും മഹാമുനിയുമായ പരശുരാമനാണ്. ഭാർഗവക്ഷേത്രമായ ഈ ദൈവദേശക്കരയിൽ അങ്ങനെ എത്രയെത്ര കാവൽ ദൈവങ്ങളെ ആ മഹാപുരുഷൻ പ്രതിഷ്ഠിച്ചു. അവയിലേറ്റവും ശ്രേഷ്ഠമായി പറയപ്പെടുന്ന ഒരു ഐതിഹ്യം ഇതാണ്. പാണ്ഡ്യരാജ്യത്തു നിന്നും കേരളക്കരയിലേക്ക് പലായനം ചെയ്ത ശാസ്താവായ ശ്രീ അയ്യപ്പനെ രാജ്യാതിർത്തിയിൽ വെച്ച് പരശുരാമൻ കണ്ടുമുട്ടി. പരശുരാമൻ അയ്യപ്പനോട് പറഞ്ഞു, ഭഗവാനെ, പാണ്ഡ്യരാജ്യത്തിന് നഷ്ടമായ ഈ അമൂല്യനിധി ഇനി മലയാളക്കരയുടെ കാവൽ ദൈവമായി അടിയൻ ശബരിമലയിൽ പ്രതിഷ്ഠിച്ചോട്ടെ. അതെ, പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആ സച്ചിദാനന്ദ പൊരുളായ ശ്രീ മണികണ്ഠൻ ശബരിമലയിൽ വാണ് മലയാളക്കരയ്ക്കും ദക്ഷിണ ഭാരതത്തിനുമെന്നല്ല സമസ്ത ലോകങ്ങൾക്കും ഐശ്വര്യമരുളുന്നു. കേരളത്തിൻ്റെയും കേരദേശത്തെ തീർത്ത പരശുരാമൻ്റെയും പുണ്യകഥ സമ്പൂർണമാവുന്നതും അങ്ങനെ.